ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതിനായിട്ട് സപ്പോസ് ഇതൊരു സ്പേസ് ആണ് ആൻഡ് ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ കുറേ പോയിന്റ് ചാർജസ് ഉണ്ടാവാം, ചിലപ്പോൾ വളരെ നോൺ യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു സർഫസ് ഉണ്ടാവാം. എന്താണെങ്കിലും നമുക്കറിയാം ഇവിടെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. സോ ഈ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എനിക്കറിയേണ്ടത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്, അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, അതായത് ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ. അതായത് എനിക്കറിയേണ്ടത് എന്താണ് വി ഓഫ് ആർ ടു മൈനസ് വി ഓഫ് ആർ വൺ. ഓക്കെ റൈറ്റ്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: വി ഓഫ് ആർ ടു മൈനസ് വി ഓഫ് ആർ വൺ എന്ന് പറഞ്ഞാൽ മൈനസ് ഇന്റഗ്രൽ ആർ വൺ ടു ആർ ടു. ഓക്കെ, അതായത് ഫൈനൽ പൊസിഷനിലെ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊസിഷനിലെ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇനീഷ്യൽ ടു ഫൈനൽ. ഓക്കെ, ഇ ഡോട്ട് ഡി ആർ. റൈറ്റ്. അപ്പോൾ ഇതാണ് ബേസിക്കലി രണ്ട് പോയിന്റ്സിനടക്കുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം ഈ ഇക്വേഷന്റെ ഓരോ ടേംസും എന്താണ് മീൻ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ്, ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡ് വളരെ ഒബ്വിയസ് ആണ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫൈനൽ പൊസിഷനിലെ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊസിഷനിലെ പൊട്ടൻഷ്യൽ. പെർഫെക്റ്റ്. റൈറ്റ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് സൈൻ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. ഇ ഡോട്ട് ഡി ആർ. എന്തോ ഇ ഡോട്ട് ഡി ആർ? ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. റൈറ്റ്. ഞാൻ ആ ഇലക്ട്രിക് ഫീൽഡിനെ ഇവിടെയുള്ള ഒരു സ്മോൾ ഇൻഫിനിറ്റസ്മൽ ലെങ്ത് ഡി ആർ ഞാൻ അതുമായിട്ട് ഡോട്ട് ചെയ്യുന്നു. റൈറ്റ്. എന്നിട്ട് ആ ഡോട്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഞാൻ ഇവിടെയുള്ള ഓരോ പോയിന്റ്സിനിടയ്ക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെയുള്ള ഓരോ സ്മോൾ ഇൻഫിനിറ്റസ്മൽ ലെങ്ത്തിലും ഞാൻ ഈ ഡോട്ട് ഡി ആർ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അതാണ് ബേസിക്കലി ഇന്റഗ്രൽ. ഞാൻ ആഡ് ചെയ്യുന്നത് ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷനിലോട്ടാണ്. ക്ലിയർ? അപ്പോൾ അതാണ് ബേസിക്കലി ഇതിന്റെ റൈറ്റ് സൈഡ്. ഇപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നും. അതായത് സപ്പോസ് ഞാനിപ്പോ ഈ സെറ്റ് ഓഫ് ഇൻഫിനിറ്റസ്മൽ സ്മോൾ ലെങ്ത് എലമെന്റുകളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. സോ എനിക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് സമ്മേഷൻ ഓഫ് ഇ ഡോട്ട് ഡി ആർ എനിക്ക് കിട്ടും, അതായത് ഇന്റഗ്രൽ. സപ്പോസ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേ കാൽക്കുലേഷൻ ചെയ്യുന്നു. അവൻ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ സെറ്റ് ഓഫ് പാർട്സ് ആയിരിക്കും. റൈറ്റ്. ഓക്കെ, അവന്റെ പാത്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ അവന് കിട്ടുന്ന ആൻസറും ഇൻ ജനറൽ ഡിഫറെന്റ് ആയിരിക്കും. സോ അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതെങ്ങനെ ശരിയാവും? ഓക്കെ, ഈ ക്വസ്റ്റ്യനെ ഞാൻ അഡ്രസ് ചെയ്യാം കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായി ഈ ഇന്റഗ്രലിന്റെ കാര്യത്തിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഞാൻ ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ ഡിഫറെന്റ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ ഇൻ ജനറൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കുക, ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് നോക്കുക. ഈ റൈറ്റ് സൈഡ് ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡ് ജസ്റ്റ് ഫൈനൽ പൊസിഷൻ ഇനീഷ്യൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. റൈറ്റ് സൈഡ് പാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. സോ നമുക്ക് നോക്കാം, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ട്രൂ ആവുന്നതാണ്. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് അടുത്ത് അറിയേണ്ടത് പറഞ്ഞാൽ ഈ ഇക്വേഷന്റെ വൺ ഡയമെൻഷണൽ വേർഷൻ ആണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന മിക്ക പ്രോബ്ലംസും വൺ ഡയമെൻഷണൽ പ്രോബ്ലംസ് ആയിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡും ഇതെല്ലാം ഒരു ലൈനിലായിരിക്കും നിൽക്കുന്നത് മിക്ക കേസുകളിൽ. എങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒരു വൺ ഡയമെൻഷണൽ വേർഷൻ വേണം. വളരെ സിമ്പിൾ. വൺ ഡയമെൻഷണൽ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ലൈനിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ആ ലൈനിനെ എക്സ് ഡയറക്ഷൻ, എക്സ് ആക്സിസ് എന്ന് വിളിക്കാം. എങ്കിൽ സപ്പോസ് ഇതാണ് ലൈൻ എന്ന് വെച്ചു. ഓക്കെ റൈറ്റ്. ഇതാണ് നമ്മുടെ ഒറിജിൻ. ഇതാണ് എന്റെ ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് x1. ഇതാണ് എന്റെ ഫൈനൽ പൊസിഷൻ, ഇതാണ് x2. എങ്കിൽ വി ഓഫ് x2 ആണ് ഫൈനൽ പൊട്ടൻഷ്യൽ, വി ഓഫ് x1 ആണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ. എങ്കിൽ അതിന്റെ ഡിഫറൻസ് ആണ് വി ഓഫ് x2 മൈനസ് വി ഓഫ് x1 ഈക്വൽ ടു നമ്മുടെ മുമ്പത്തെ എക്സാക്ട്ലി സെയിം റിലേഷൻഷിപ്പ് മൈനസ് ഇന്റഗ്രൽ ഇനീഷ്യൽ ടു ഫൈനൽ ഇ ഡി എക്സ്. ഇവിടെ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റിന് ആവശ്യമില്ല, ബിക്കോസ് എല്ലാം ഇരിക്കുന്നത് ആ ലൈനകത്താണ്. സോ ഞാൻ ഇലക്ട്രിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. റൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ വൺ ഡയമെൻഷനിലെ ഇക്വേഷന്റെ വേർഷൻ. ക്ലിയർ? സോ നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ജനറൽ ഡെഫിനിഷൻ എന്ന് മനസ്സിലായി, ആൻഡ് അതിന്റെ വൺ ഡയമെൻഷനിലെ വേർഷൻ മനസ്സിലായി. ഇനി നമുക്ക് ആക്ച്വലി ഈ ഇക്വേഷൻ ഫിസിക്കലി എന്താണ് മീൻ ചെയ്യുന്നത്, ഓക്കെ, അതായത് എന്താണ് ഇതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ, അതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്. അതായത് ഈ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് നോക്കുക. അതായത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ. ഞാൻ തൽക്കാലം ഈ മൈനസ് സൈൻ ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നു. എനിക്കറിയേണ്ടത് എന്താണ് ഇന്റഗ്രൽ R1 ടു R2 ഇ ഡോട്ട് ഡി ആർ. ഓക്കെ, ഇതെന്താണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ജസ്റ്റ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ആലോചിക്കുക. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതായത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫോഴ്സ് ആണ്. ഓക്കെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്നേ ഉള്ളൂ. റൈറ്റ്. എങ്കിൽ നമുക്കൊരു ഡെഫിനേഷൻ അറിയാം. ആ ഡെഫിനേഷൻ ആണ് വർക്ക്. വർക്കിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? വർക്ക് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ R1 ടു R2 എഫ് ഡോട്ട് ഡി ആർ. ഓക്കെ, ഇതാണ്
വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഫ്രം സം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അതായത് സപ്പോസ് എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് ചിലപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ R1 നിൽക്കുന്നത്, അതിൻ്റെ ഫൈനൽ പൊസിഷനാണ് R2. ഞാൻ R1 പൊസിഷനിൽ നിന്ന് R2 പൊസിഷനിലോട്ട് ആ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നു, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F എങ്കിൽ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഫ്രം R1 ടു R2 അതാണ് ഇന്റഗ്രൽ F ഡോട്ട് dr. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന റിസൾട്ട് ആണ്. നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് എനിക്ക് മനസ്സിലാവും ഈ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, റൈറ്റ്. എങ്കിൽ ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തുവാ, കമ്പയർ ചെയ്യുക, നമുക്ക് മനസ്സിലാവും ഇതെന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അതായത് സപ്പോസ് ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇരിക്കുവാണെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പുഷ് ചെയ്ത് ഇവിടെ എത്തിച്ചെന്ന് വെച്ചോ, എങ്കിൽ ആ വർക്ക് ഡൺ ബൈ ആ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ആക്ച്വലി ഈ ഇക്വേഷൻ മീൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം R1 ടു R2 അതാണ് ബേസിക്കലി ഈ ക്വാണ്ടിറ്റി. എങ്കിൽ എനിക്ക് അറിയേണ്ടത് എന്താണ് ഇതിന്റെ നെഗറ്റീവ് സൈൻ, അതായത് ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ വരുന്ന വേർഷൻ, അതെന്താ മീൻ ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഈ നെഗറ്റീവ് സൈൻ കൂടെ വരുന്ന വേർഷനെ ഞാൻ സ്ലൈറ്റ്ലി ഒന്ന് റീ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുവാണ്. ഞാൻ ഈ മൈനസ് സൈൻ ഇവിടെ എഴുതുന്നു. ഓക്കെ റൈറ്റ്, ഇപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന്. നോക്കുക, സപ്പോസ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ആ പോസിറ്റീവ് ചാർജിന്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, സോ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എക്സാക്ട്ലി ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആയിരിക്കും. ഇനി സപ്പോസ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്ര ഫോഴ്സ് ആണോ ഈ ഡയറക്ഷനിൽ കൊടുക്കുന്നത് അത്രയും ഫോഴ്സ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാ, -E, റൈറ്റ്. ഓക്കെ ക്ലിയർ. ഓക്കെ, അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എത്ര ഫോഴ്സ് കൊടുക്കുന്നു അത്രയും ഫോഴ്സ് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാ, -E. എങ്കിൽ ഇന്റഗ്രൽ R1 ടു R2 -E ഡോട്ട് dr എന്ന് പറഞ്ഞാൽ എന്തുവാണ്, വർക്ക് ഡൺ ബൈ മീ ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം R1 ടു R2. ഓക്കെ, അതായത് R1 നിന്ന് R2 ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ ഞാൻ ചെയ്ത വർക്കാണ്. ഓക്കെ, ഇനി ഞാൻ എന്ന് പറയുന്നത് ഫിസിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആരുമല്ല, സോ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ സം എക്സ്റ്റേണൽ ഫോഴ്സ്, റൈറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇന്റഗ്രൽ E ഡോട്ട് dr ഫ്രം R1 ടു R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ an external force on a unit positive charge from R1 to R2. ഓക്കെ റൈറ്റ്, അപ്പൊ നമുക്ക് എന്താണ് രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഈ സാധനം എന്താണെന്ന് മനസ്സിലായി. എന്താണ്, എന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ എത്ര വർക്ക് ചെയ്യണം, അതാണ് ആക്ച്വലി രണ്ട് പോയിന്റ്സിനോടൊക്കെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഞാൻ പറയുവാണ് ഈ പോയിന്റും ഈ പോയിന്റിനോടൊക്കെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 8 വോൾട്ട് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ എത്ര വർക്ക് ചെയ്യണം, ഞാൻ 8 ജൂൾ വർക്ക് ഞാൻ ചെയ്യണം. ഓക്കെ റൈറ്റ്, എങ്കിൽ നമുക്കിപ്പോൾ അതിനകത്തുനിന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ റിസൾട്ട് എഴുതാം. സപ്പോസ് ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ് ആണ്. ഓക്കെ, ഇതൊരു പോയിന്റ് ആണ്. സപ്പോസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ട വർക്കാണ് V2 മൈനസ് V1. ഓക്കെ റൈറ്റ്, എങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഒരു Q ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ എത്ര വർക്ക് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ V2 മൈനസ് V1, എങ്കിൽ 2 യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ × 2, 3 യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് × 3, എങ്കിൽ ഇൻ ജനറൽ ഒരു Q ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് × Q, റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, അതായത് ഒരു പോയിന്റിലെ പൊട്ടൻഷ്യലാണ് V1, മറ്റേ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് V2, എങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ടൈംസ് Q. ഓക്കെ റൈറ്റ്, എങ്കിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ വർക്ക് ഡൺ ബൈ മീ, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്, എന്ന് പറഞ്ഞാൽ എന്തുവാ, Q ഇൻറ്റു
V2 മൈനസ് V1, അതായത് ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ടൈംസ് Q. ഓക്കെ റൈറ്റ്, ഇത് ഫൈനൽ, ഇത് മൈനസ് ഇനിഷ്യൽ. ഓക്കെ, അതായത് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ടൈംസ് Q ആണ്. അതേസമയം വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തുവാണ്? Q ഇൻറ്റു, റൈറ്റ്, നമുക്കറിയാം വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഈ മൈനസ് സൈൻ ഇല്ലാത്ത വെർഷനാണ്. ഈ മൈനസ് സൈൻ ഇല്ലാത്ത വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഈ മൈനസ് സൈൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ സൈഡ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ആവും, ബിക്കോസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ എന്നാവും. ഈ മൈനസ് സൈൻ ഇപ്പുറത്ത് പോകുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? V of R1 മൈനസ് V of R2, അതായത് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ. അതാണ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ റൈറ്റ്, അപ്പോൾ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു V ഇനിഷ്യൽ മൈനസ് V ഫൈനൽ. ഓക്കെ റൈറ്റ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർക്കുക. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ടൈംസ് Q. വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ ടൈംസ് Q. ഓക്കെ റൈറ്റ്, സോ നമുക്ക് എന്താണ് ഈ ഇക്വേഷൻ ഫിസിക്കലി ഈ ഇക്വേഷൻ എന്താ മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇക്വേഷന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നമുക്കിപ്പോൾ കംപ്ലീറ്റ്ലി മനസ്സിലായി. ഓക്കെ റൈറ്റ്, എങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. അതായത് ഈ പോയിന്റിന് ഈ പോയിന്റിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള വർക്ക് ഡൺ ഇൻ ജനറൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഓക്കെ റൈറ്റ്, ഓക്കെ. പക്ഷേ ഈ കേസിൽ നമ്മൾ ലക്കിയാണ്, ബിക്കോസ് നമ്മുടെ ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ് ആണ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്, അതായത് ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. റൈറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. ഓക്കെ റൈറ്റ്, ഞാൻ എന്താണ് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ പോയിന്റ് എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ, നമുക്കിത് ഓൾറെഡി അറിയായിരിക്കും പലർക്കും. ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഞാനൊരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത് ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ റൈറ്റ്, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. സപ്പോസ് എനിക്കിപ്പോൾ ഈ പോയിന്റിന് ഈ പോയിന്റിലോട്ട് ഒരു കല്ലിനെ മൂവ് ചെയ്യിപ്പിക്കണം. ഓക്കെ റൈറ്റ്, നമുക്കറിയാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കല്ലിനെ ഇവിടെ കൊണ്ടുപോയാലും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കല്ലിനെ ഇവിടെ കൊണ്ടുപോയാലും ഞാൻ ആക്ച്വലി മൂവ് ചെയ്യുന്ന ഹൈറ്റ് ജസ്റ്റ് h തന്നെയാണ്. ഓക്കെ, സോ ഇതിന്റെ വർക്ക് ഡൺ ഇൻഡിപെൻഡന്റ് ഫ്രം മൈ പാത്ത് ആണ്. അതായത് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയാലും വർക്ക് ഡൺ സെയിം ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ റൈറ്റ്, അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു കൺസർവേറ്റീവ് ഫീൽഡിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ വർക്ക് ഡൺ ടു മൂവ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഈസ് ഇൻഡിപെൻഡന്റ് ഫ്രം ദ പാത്ത് ആണ്. റൈറ്റ്, ഇനി അതേസമയം എൻ്റെ ഇപ്പോൾ ഒരു ഓക്കെ ഒരു ചോക്ക് ഉണ്ട്. ഞാൻ ആ ചോക്കിനെ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുക, അതായത് എൻ്റെ ഉള്ള ചോക്കിനെ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഞാൻ മൂവ് ചെയ്യിപ്പിക്കുകയാണെന്ന് വെച്ചോ. എനിക്ക് രണ്ട് രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കാം. എനിക്ക് ഇങ്ങനെയും മൂവ് ചെയ്യിപ്പിക്കാം, ഇങ്ങനെയും മൂവ് ചെയ്യിപ്പിക്കാം. ഇനി നമുക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഈ ചോക്കിനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ചോക്കിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഡസ്റ്റ്, ഓക്കെ, ആ ചോക്ക് പൊടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷന് പ്രപ്പോർഷണൽ ആണ്. ഓക്കെ റൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ഞാൻ ഈ പോയിന്റിലൂടെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് ഡസ്റ്റ് അല്ല ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് ഓഫ് ഡസ്റ്റ്. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും അല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് അല്ല. ഓക്കെ റൈറ്റ്, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ലക്കിയാണ്, നമുക്ക് ആക്ച്വലി മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്യാം. ഞാൻ ആ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആണ്. സോ വർക്ക് ഡൺ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അത് എപ്പോഴും ഇൻഡിപെൻഡന്റ് ഫ്രം ദ പാത്ത് ആണ്, അതെന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഏത് പാത്താണെന്ന് സ്പെസിഫൈ ചെയ്യാത്തത്. ഞാൻ ഈ പോയിന്റിലോട്ട് ഞാൻ ഈ പാത്തിൽ കൂടെ പോയാലും ഞാൻ ഈ പാത്തിൽ കൂടെ പോയാലും എനിക്ക് കിട്ടുന്ന ആൻസർ ഫൈനൽ പൊസിഷനെയും ഇനീഷ്യൽ പൊസിഷനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, പാത്തിന് എന്തിനാണെന്ന് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ V of R2 മൈനസ് V of R1 എന്ന് എഴുതാൻ കാരണം. ഓക്കെ റൈറ്റ്, അപ്പോൾ ആ കോംപ്ലിക്കേഷനും നമ്മൾ റിസോൾവ് ചെയ്തു. റൈറ്റ്, എങ്കിൽ ഇനി നമുക്ക് അടുത്ത കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് പോയിന്റ്സിനിടക്കുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ എക്സ്പ്രഷൻ ആണ് V2 മൈനസ് V1 ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ R1 to R2 E dot dr. ഓക്കെ റൈറ്റ്, നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു സിനാരിയോ. സപ്പോസ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡിന്
ഓക്കെ, ഒരു ഒപ്പോസ് ചെയ്യുന്ന നേച്ചറിലാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അതായത് എൻ്റെ പോസിറ്റീവ് ചാർജിനെ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്നത് ആ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന നേച്ചറിലാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഞാൻ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഒപ്പോസ് ചെയ്യുന്ന നേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതായത് ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്ത് പോകുന്ന ആംഗിള് 0യ്ക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെയാണ് പോകുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഓൾമോസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ അവിടെ കാര്യമായിട്ട് ഒപ്പോസ് ചെയ്യുന്നില്ല. ബിക്കോസ് എൻ്റെ മോഷൻ ഇപ്പോൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ ഞാൻ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കമ്പോണൻസ് കിട്ടുന്നത്. അതിൽ ഒരു കമ്പോണന്റ് അലോങ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നെയാണ്, മറ്റത് പെർപെൻഡിക്കുലർ ആണ്. സോ ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതേസമയം ഞാൻ 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ മോഷൻ ഇൻ ജനറൽ ഇങ്ങനെയായിരിക്കും. സോ അവിടെ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സപ്പോസ് ഞാൻ ഇലക്ട്രിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ മൂവ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, എനിക്ക് നോക്കാം നമ്മുടെ ഈ ഡോട്ട് ഡി ആർ എന്താണെന്ന്. ഈ ഡോട്ട് ഡി ആർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കും ഡി ആറിനോടൊക്കെയുള്ള ആംഗിൾ എന്താന്ന് നോക്കുക. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, നമ്മൾ മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. എന്ന് വെച്ചാൽ ഇവർക്കിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90ക്കും 180ക്കും ഇടയ്ക്കാണ്. നമുക്കറിയാം കോസിന്റെ വാല്യൂ 90ക്കും 180ക്കും ഇടയ്ക്ക് വന്നാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇക്കും ഡി ആറിനും ഇടയ്ക്കുള്ള ആംഗിൾ 90ക്കും 180ക്കും ഇടയ്ക്കാണെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ഓവറോൾ നെഗറ്റീവ് ആയിരിക്കും. സോ ഇത് ഓവറോൾ പോസിറ്റീവ് ആവും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എൻ്റെ V2 V1 വലുതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ സമ്മറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഒരു ഓപ്പോസിറ്റ് നേച്ചറിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. റൈറ്റ്? ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ V ഇൻക്രീസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇ. അതായത് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് V ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ സപ്പോസ് ഞാൻ ഏതാണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് ഞാൻ പോകുന്നതെങ്കിലോ, എങ്കിൽ നമുക്കറിയാം ഈ ആംഗിള് 0യ്ക്ക് 90ക്ക് ഇടയ്ക്കാണ്. 0യ്ക്ക് 90ക്ക് ഇടയ്ക്കാണെങ്കിൽ കോസിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിത് ഈ കിട്ടുന്ന സാധനം പോസിറ്റീവ് ആയിരിക്കും. വിത്ത് മൈനസ് സൈൻ വരുമ്പോൾ ഓവറോൾ സാധനം നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ V2 - V1 നെഗറ്റീവ് ആണ്. എന്ന് വെച്ചാൽ V1 ഗ്രേറ്റർ ദാൻ V2 ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഏതാണ്ട് അതേ നേച്ചറിൽ അതേ ഡയറക്ഷനിലാണ് ഞാൻ മൂവ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു സോളിഡ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റാണ്. ഓക്കെ, നമുക്കറിയാം ഈ ഇൻഫിനിറ്റ് ഷീറ്റിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. സപ്പോസ് ആ ഇൻഫിനിറ്റ് ഷീറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെങ്കിൽ. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഈ പോയിന്റിനെക്കാളും ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും ഈ പോയിന്റ്. കാരണം ഞാൻ ഈ പോയിന്റിന് ഈ പോയിന്റിലോട്ട് വരണമെങ്കിൽ ഞാൻ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം. റൈറ്റ്? ഓക്കെ, സോ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ അത്രത്തോളം ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും ആ റീജിയൻ. എങ്കിൽ നമുക്കൊരു സിംപ്ലസ്റ്റ് കേസ് നോക്കാം. അതായത് സപ്പോസ് ഇതൊരു പോയിന്റ് ആണ്, ഈ പോയിന്റ് ആണ് എ, ആൻഡ് ഇതൊരു പോയിന്റ് ആണ്, ഈ പോയിന്റ് ആണ് ബി. ഓക്കെ, ആൻഡ് ഞാൻ പറയുന്നു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഞാനൊരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ടി വന്ന വർക്കാണ്. ഓക്കെ, അതായത് വർക്ക് ഡൺ ബൈ മീ, അതായത് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്, അതാണ് സപ്പോസ് 10 ജൂൾ. ആൻഡ് എൻ്റെ ചാർജ് ആണ് 2 കൂളംസ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് VA - VB. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ ചെയ്യേണ്ടി വന്ന വർക്കാണ് 10 ജൂൾ. ഓക്കെ, വർക്ക് ഡൺ ബൈ മീ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ, അതാണ് വർക്ക് ഡൺ ബൈ മീ. ഓക്കെ, അപ്പൊ ഫൈനൽ പൊട്ടൻഷ്യൽ ടൈംസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ടൈംസ് 2 കൂളംസ്, അതാണ് 10 ജൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ നമുക്ക് അതിനകത്ത് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് VB - VA = 5. അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് VA - VB = -5. റൈറ്റ്? ഓക്കെ, റൈറ്റ്. എപ്പോഴും അത് ശ്രദ്ധിക്കണം. വർക്ക് ഡൺ ബൈ മീ എന്ന് പറയുന്നത് ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ ആണ്. വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. റൈറ്റ്? അപ്പോൾ ആ ഒരു ചെറിയൊരു ഒരു പോയിന്റ് ആണ് ആക്ച്വലി നമ്മൾ ഈ പ്രോബ്ലത്തിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കേസ്. നമുക്ക് ഓൾറെഡി അറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അതിന്റെ ഡെഫിനിഷൻ ആണ് ഓക്കെ V2 - V1 = ഇന്റഗ്രൽ E dot dr ഫ്രം R1 to R2. ഓക്കെ, റൈറ്റ്. ഇനി ഞാനൊരു കാര്യം അസ്യൂം ചെയ്യുകയാണ്. സപ്പോസ് എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, അതായത് എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എനിക്ക് ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാവും? E dot
R2 dr, അല്ലെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു E ഡോട്ട് ഇതെന്തുവാണ് R ഫ്രം ദ ലിമിറ്റ് R1 to R2, അല്ലെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു V2 മൈനസ് V1 ഈക്വൽ ടു E ഡോട്ട് R2 മൈനസ് R1. ഓക്കെ, നമുക്ക് എന്താ ആക്ച്വലി ഈ എക്സ്പ്രഷൻ മീൻ ചെയ്യുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് സപ്പോസ്, അതായത് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ ഇക്വേഷൻ എപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് നോക്കാം, ഇതെന്താ മീൻ ചെയ്യുന്നത്. അതായത് ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. റൈറ്റ്. ആൻഡ് സപ്പോസ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, സപ്പോസ് ഇതാണ് എൻ്റെ R1. ഓക്കെ, ഇതാണ് R1, ഇതാണ് R2. ഓക്കെ, എങ്കിൽ എന്താണ് R2 മൈനസ് R1? അതായത് ഈ ക്വാണ്ടിറ്റി R2 മൈനസ് R1. R2 മൈനസ് R1 എന്ന് പറഞ്ഞാൽ ദേ ഈ വെക്ടറാണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, എങ്കിൽ നമുക്ക് ആ ഫിഗർ ഒന്ന് ഇങ്ങോട്ട് വരച്ച് എനിക്ക് മനസ്സിലാവും. ഇതാണ് E, ഇതാണ് നമ്മുടെ ഡെൽറ്റ ആർ. ഓക്കെ, നമുക്കറിയേണ്ടത് എന്താണ് E ഡോട്ട് ഡെൽറ്റ ആർ എന്നാണ് നമുക്കറിയേണ്ടത്. E ഡോട്ട് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിനുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ E ഡോട്ട് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ E ഡെൽറ്റ ആർ കോസ് തീറ്റ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ ഈ കിടക്കുന്ന ഡെൽറ്റ ആറിനെ എനിക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. റൈറ്റ്. ഒരു കമ്പോണന്റ് എലോങ് ഇലക്ട്രിക് ഫീൽഡും മറ്റത് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡും. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനുള്ള കമ്പോണന്റ് അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, ഇതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ കോസ് തീറ്റ. അതല്ലേ ഈ കിടക്കുന്നത്. എങ്കിൽ എനിക്ക് മനസ്സിലായി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതായത് ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ടൈംസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് എലോങ് ഇ. ക്ലിയർ? ഓക്കെ, അതായത് സപ്പോസ് ഇതാണ് എൻ്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആൻഡ് ഇതാണ് നമ്മുടെ രണ്ട് പോയിന്റ്സ്. എങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി എന്ത് ചെയ്താൽ മതി? ഇലക്ട്രിക് ഫീൽഡിനെ നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്തുകൊണ്ട്? നമ്മുടെ ഈ ഡിസ്റ്റൻസിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലുള്ള ലെങ്ത്, അതായത് ഈ ലെങ്ത് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ബേസിക്കലി ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഈ ഐഡിയ നമ്മുടെ കാൽക്കുലേഷൻസിന് ഒരുപാട് കട്ട് ഷോട്ട് ചെയ്യും. അതായത് നമുക്കിപ്പോൾ മനസ്സിലായി, അതായത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് സം ആർബിട്രറി ഡയറക്ഷനിലാണെങ്കിൽ എനിക്ക് ഈ രണ്ട് ഡയറക്ഷനിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ അലോങ് ആ ഡയറക്ഷനിലുള്ള ഈ ലൈനിന്റെ കമ്പോണന്റ് എന്താണെന്ന് നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ? ഇങ്ങോട്ടാണ്. ഈ ലൈൻ്റെ ആ ഡയറക്ഷനിലെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ലെങ്ത് ആണ് ബേസിക്കലി ഇത്. ഓക്കെ, എങ്കിൽ നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. അതായത് സപ്പോസ് ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. റൈറ്റ്, ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. നമുക്കറിയാം ഇൻഫിനിറ്റ് ഷീറ്റിൽ നിന്ന് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, റൈറ്റ്. എനിക്കറിയേണ്ടത് ഈ രണ്ട് പോയിന്റ്സിനോടൊക്കെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്, ബിക്കോസ് ഇത് ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ഈ രണ്ട് പോയിന്റ്സിനോടൊക്കെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഞാൻ ആ രണ്ട് പോയിന്റ്സിനെയും കണക്ട് ചെയ്തൊരു ലൈൻ വരയ്ക്കുക. ഇതാണ് എൻ്റെ ലൈൻ. എന്നിട്ട് ആ ലൈനിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനുള്ള കമ്പോണന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് എങ്ങനെ കിട്ടി? ഞാൻ ഇവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡിലോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് ഈ ലെങ്ത്. ഓക്കെ, റൈറ്റ്. ഈ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡി പെർപെൻഡിക്കുലർ. ഓക്കെ, ആ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് പറയാം സപ്പോസ് ഈ ലെങ്ത് ഡെൽറ്റ ആർ ആണെങ്കിൽ, ഓക്കെ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് പറയാം ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡെൽറ്റ ആർ കോസ് തീറ്റ, ബിക്കോസ് അത് അഡ്ജസന്റ് സൈഡ് ആണ്. അഡ്ജസന്റ് സൈഡ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. സോ എനിക്ക് എഴുതാം ഡെൽറ്റ വി ഈക്വൽ ടു ഇ ഡെൽറ്റ ആർ കോസ് തീറ്റ. ഓക്കെ, റൈറ്റ്. ഇതാണ് നമ്മുടെ
രണ്ട് പോയിന്റ്സിനോടൊക്കെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഈസി ട്രിക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രോബ്ലം ആണ്. ഇത് രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റ്സ് ആണ്. താഴത്തെ ഷീറ്റ് ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് ബേസിക്കലി മീൻ ചെയ്യുന്നത് താഴത്തെ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ 0 ആണെന്ന്. റൈറ്റ്, ആൻഡ് മുകളിലത്തെ പ്ലേറ്റിലെ പൊട്ടൻഷ്യലാണ് V വോൾട്ട്. ആൻഡ് ഞാൻ എക്സാക്ട്ലി ഈ രണ്ട് ഷീറ്റിന്റെയും മിഡ് പോയിന്റിലായിട്ട് ഞാനൊരു +Q ചാർജ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ +Q ചാർജിന്റെ വെലോസിറ്റിയാണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ് U. എങ്കിൽ നമുക്ക് എന്തായാലും അറിയാം ഈ +Q ചാർജിന്റെ പുറത്ത്, ബിക്കോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, ബിക്കോസ് ഇത് പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. സോ ഈ പോസിറ്റീവ് ചാർജിന്റെ പുറത്ത് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഇത് ഇങ്ങനെ പോകും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ സാധനം ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്ര, ആൻഡ് ഈ സാധനം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ പ്ലേറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എത്ര. ഓക്കെ, നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇതൊരു വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം. എങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത്? വർക്ക് എനർജി തിയറം. നമുക്ക് ആലോചിച്ച് നോക്കാം. ഈ സാധനത്തിന്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ½ mU² പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. ഓക്കെ, നമുക്ക് അതിനെ പറ്റി നോക്കാം. ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി ½ mV². ഇതാണ് ബേസിക്കലി വർക്ക് എനർജി തിയറം. നമ്മൾ ഇനി ഇവിടെ എഴുതേണ്ടത് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ആണ്. നമുക്ക് നോക്കാം ഇതിന്റെ പുറത്ത് ഏതൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒബ്ജക്റ്റിന്റെ മാസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി തിങ്ക് ചെയ്യേണ്ട. ഇതിന് ചാർജ് ഉണ്ട്. സോ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സ് ആണ്. സോ ഇവിടെ ഞാൻ എഴുതേണ്ടത് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്, അതാണ് എഴുതേണ്ടത്. ഓക്കെ, റൈറ്റ്. നമുക്കറിയാം വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? V ഇനിഷ്യൽ മൈനസ് V ഫൈനൽ ടൈംസ് Q. നമുക്കറിയാം ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈ രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റിനിടയ്ക്ക് യൂണിഫോം ആണ്. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ നമുക്ക് ഓൾറെഡി റിലേഷൻഷിപ്പ് അറിയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു E ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലെ ലെങ്ത്. ഓക്കെ, എലോങ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ആയിട്ടുള്ള ഡയറക്ഷൻ. ഇവിടെ ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് അലോങ് ആയിട്ടുള്ള ഡയറക്ഷൻ ഇതാണ്. ഞാൻ ഈ ഡിസ്റ്റൻസിനെ തന്നെ ഞാൻ D എന്ന് എടുത്തേക്കുന്നത്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം ഇതിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ D. ഓക്കെ, സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. എങ്കിൽ ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ V, റൈറ്റ്, ഈക്വൽ ടു E ടൈംസ് ഈ ഡിസ്റ്റൻസ്. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. സോ ഞാൻ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു D/2. അല്ലെങ്കിൽ ഡെൽറ്റ V ഈസ് ഈക്വൽ ടു V/D ഇൻറ്റു D/2. കട്ട് ചെയ്ത് പോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? V/2. സോ നമുക്ക് മനസ്സിലായി ഈ കിടക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ V/2 ടൈംസ് Q ആണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം നമുക്ക് ആലോചിച്ച് നോക്കിയാലും മനസ്സിലാവും. അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് V/2, ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് 0. സോ V/2 മൈനസ് 0, അതാണ് ഞാൻ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, റൈറ്റ്. സോ എനിക്ക് എഴുതാം ½ mU² പ്ലസ് V/2 ടൈംസ് V/2 ടൈംസ് Q ഈക്വൽ ടു ½ mV². സോ ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് അതിനകത്ത് V കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും 2 എല്ലായിടത്തും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, റൈറ്റ്. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് mU² പ്ലസ് VQ, ഓക്കെ, ഡിവൈഡഡ് ബൈ m with a root which is equal to V. ഓക്കെ, സോ നമുക്ക് ഈ ചാർജ് ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, റൈറ്റ്. എങ്കിൽ അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആംഗിൾ, ഇവിടെ എത്ര ആംഗിളിലാണ് വന്ന് വീഴുന്നതെന്ന്. നമുക്ക് എന്തായാലും അറിയാം ഈ ചാർജിന്റെ പുറത്ത് ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഫോഴ്സ് എല്ലാം ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഡയറക്ഷനിൽ അതിന് ആക്സലറേഷൻ ഇല്ല. ഈ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷനിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്താണോ ആ വെലോസിറ്റിയുടെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് എക്സാക്ട്ലി U തന്നെ ആയിരിക്കും. ഓക്കെ, എങ്കിൽ സപ്പോസ് ഞാൻ കൺസിഡർ ചെയ്യുവാണ് ഈ സാധനം ഇവിടെ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ് ആൻഡ് വെലോസിറ്റിയും
നമ്മുടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ വി ആണെങ്കിൽ ഇതിന്റെ ഈ ഡയറക്ഷനിലെ കമ്പോണന്റ് ആണ് വി കോസ് തീറ്റ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഒന്നുമില്ല. ആക്സലറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വി കോസ് തീറ്റ എക്സാക്ട്ലി നമ്മുടെ യൂന് ഈക്വൽ ആയിരിക്കും. എങ്കിൽ നമുക്ക് എഴുതാം നമ്മുടെ വി കോസ് തീറ്റ ഈക്വൽ ടു യു, അല്ല എന്നുണ്ടെങ്കിൽ തീറ്റ ഈക്വൽ ടു യു ബൈ വി കോസ് ഇൻവേഴ്സ്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെങ്തി എക്സ്പ്രഷൻ അവിടെ കൊടുക്കാം. എങ്കിൽ എനിക്ക് എഴുതാം തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് യു ബൈ ദിസ് ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററുള്ള സാധനങ്ങളെല്ലാം മുകളിൽ പോവും. അതായത് ഈ സാധനം എന്താവും? റൂട്ട് എം ബൈ എം യു സ്ക്വയർ വി ക്യു. സോ ഇതാണ് ഈ ഒബ്ജക്റ്റ് ഇവിടെ എത്തുമ്പോൾ നമ്മുടെ പ്ലേറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്. ഓക്കെ, ആൻഡ് അതിന്റെ പുറത്ത് ചാർജ് ഞാൻ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ ഇൻഫിനിറ്റ് ഷീറ്റിന്റെ സർഫസിലെ പൊട്ടൻഷ്യൽ 10 വോൾട്ട് ആണ്. നമുക്കറിയേണ്ടത് ആ ഇൻഫിനിറ്റ് ഷീറ്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്, അതാണ് അറിയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പോയിന്റിനേക്കാളും ഹയർ പൊട്ടൻഷ്യൽ ആണിത്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ചാർജാണ്. സോ ഇവിടെ നിങ്ങോട്ടാണ് ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതോറും പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. സോ ഇതാണ് ഹയർ പൊട്ടൻഷ്യൽ, ഇതാണ് ലോവർ പൊട്ടൻഷ്യൽ. എന്ന് വെച്ചാൽ ഞാനിവിടെ ചിലപ്പോൾ ഞാൻ ഡയറക്ഷൻസ് ഒന്നും കെയർ ചെയ്താൽ ജസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം, അതായത് ഞാൻ വർക്ക് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും ഞാൻ പോസിറ്റീവ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ പോസിറ്റീവ് നമ്പർ പ്രോപ്പർ ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യണം. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് തന്നെ എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും. ബിക്കോസ് നമുക്കറിയാം ഇതാണ് ഹയർ പൊട്ടൻഷ്യൽ, ഇതാണ് ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് എന്തായാലും പറയാം, സപ്പോസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് 10 ആൻഡ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്കറിയത്തില്ല, ഞാനത് വി എക്സ് എന്ന് എടുക്കുവാണ്. എങ്കിൽ നമുക്ക് എഴുതാം 10 മൈനസ് വി എക്സ് ഈക്വൽ ടു, റൈറ്റ്, നമുക്കറിയാം ഈ രണ്ട് പോയിന്റ്സിനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങോട്ടൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ്. ഇവിടെ നിങ്ങോട്ടൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഇൻറ്റു ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഇ ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സ്. ഇനി നമ്മുടെ ഇ എന്ന് പറഞ്ഞാൽ എന്തോ, ഇത് ഇൻഫിനിറ്റ് ഷീറ്റാ. സോ ഇവിടുത്തെ ചാർജ്, സർഫസ് ചാർജ് പെർ യൂണിറ്റ് ഏരിയ, റൈറ്റ്, അത് സിഗ്മ ആണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ 2ε0 ആണ് ടൈംസ് എക്സ്. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം വി ഓഫ് എക്സ് ഈക്വൽ ടു 10 മൈനസ് സിഗ്മ ബൈ 2ε0 ടൈംസ് എക്സ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഒരു സിനാരി നോക്കാം. സപ്പോസ് ഇതൊരു ഇൻഫിനിറ്റ് വയർ ആണ്. ഓക്കെ, വിത്ത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ, ആൻഡ് ഇതിനകത്ത് ഞാൻ ചാർജ്, ഇത് പോസിറ്റീവ് ചാർജുള്ള വയറാണ്. ഓക്കെ, എനിക്കറിയേണ്ടത് ഇതൊരു പോയിന്റ് ആണ്, ഈ പോയിന്റ് കോർഡിനേറ്റ് ആണ് x1, y1. ഇത് വേറൊരു പോയിന്റ് ആണ്, ഈ പോയിന്റ് കോർഡിനേറ്റ് ആണ് x2, y2. എനിക്കറിയേണ്ടത് ഈ രണ്ട് പോയിന്റ്സിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1. എനിക്കറിയേണ്ടത് എന്താണ് V2 മൈനസ് V1. ഓക്കെ, ഇവിടെ എനിക്ക് മുമ്പത്തെ പോലെ ജസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇ ഇൻറ്റു ഡിസ്റ്റൻസ് എന്നൊന്നും എഴുതാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം അല്ല. സോ അത് പറ്റില്ല. ഞാൻ ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനേഷൻ, ആ ഇന്റഗ്രൽ, അത് യൂസ് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ എനിക്ക് ബ്ലൈൻഡ് ആയിട്ട് എഴുതാം ഫസ്റ്റ്. അതായത് V2 മൈനസ് V1 ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇനിഷ്യൽ പൊസിഷൻ. ഓക്കെ, ഞാൻ ഇനിഷ്യൽ എന്ന് എഴുതുന്നേ ഉള്ളൂ, ടു ഫൈനൽ. ഓക്കെ, ഇ ഡോട്ട് ഡി ആർ. ഓക്കെ, ഇനിയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതായത് ഇനിഷ്യൽ ടു ഫൈനൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഈ പോയിന്റിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാം എനിക്ക് ഏത് പാത്ത് വഴി വേണമെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് എനിക്ക് ഈ പാത്ത് വഴി കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പാത്തിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഈ പാത്തിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഈ പാത്തിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഏത് പാത്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്, എനിക്ക് തോന്നിയതുപോലെ പാത്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. റൈറ്റ്, ഓക്കെ, ബിക്കോസ് ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരു കർവിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, ഈ പോയിന്റ്. സോ ഇൻ ജനറൽ നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് കുറച്ച് ടഫാണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം എനിക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് ഏത് പാത്തിൽ കൂടെ വേണമെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്യുക, ഈ കേസിൽ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള പാത്തിൽ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സപ്പോസ് ഞാൻ ഈ പോയിന്റിന് ഈ പോയിന്റിലോട്ട് പോകുന്നത്, ആദ്യം ഇവിടെ തൊട്ട് ഞാൻ ഇവിടെ വരും, എന്നിട്ട് പെർപെൻഡിക്കുലർലി മൂവ് ചെയ്ത് ഇവിടെ എത്തും. ഞാൻ ഈ പാത്താണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഇത് എന്തുകൊണ്ടാണ് കൺവീനിയന്റ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്സ് ആണ്. സോ ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? വർക്ക് ഡൺ ടു മൂവ് ഫ്രം ഹിയർ ടു ഹിയർ.
ആൻഡ് ഇവിടെ തൊട്ട് ഇതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? വർക്ക് ഡൺ ടു മൂവ് ഫ്രം ഹിയർ ടു ഹിയർ. പക്ഷെ ഈ പാത്തും ഇലക്ട്രിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? വർക്ക് ഡൺ 0 ആണ്. ഓക്കെ, റൈറ്റ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു പാത്ത് ചൂസ് ചെയ്താൽ എനിക്കിതേ ഇവിടം തൊട്ട് ഇതുവരെയുള്ള വർക്ക് ഡൺ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ബിക്കോസ് ഇത് 0 ആണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇതുവരെ വരാനുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെ വരാനുള്ള വർക്ക് ഡൺ മാത്രമാണ്. എന്റെ കാൽക്കുലേഷൻ ഒരുപാട് ചെറുതായി. അതായത് ഞാൻ കൺവീനിയന്റ് ആയുള്ള ഒരു പാത്ത് ചൂസ് ചെയ്താൽ എനിക്ക് കാൽക്കുലേഷൻ ഒരുപാട് കട്ട് ഷോർട്ട് ചെയ്യാം. സോ എനിക്ക് എഴുതാം ഈ കേസിൽ v2 മൈനസ് v1 ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ജസ്റ്റ് x1 ടു x2. ബിക്കോസ് ഞാൻ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ എന്റെ എക്സ് കോർഡിനേറ്റ് x2 ആകുക എന്നാണ്. ബിക്കോസ് ഞാൻ പെർപെൻഡിക്കുലർലി മൂവ് ചെയ്താൽ എനിക്ക് മുകളിലെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും സെയിം ആയിരിക്കണം. സോ x1 ടു x2 ഈ dx അത്രയും മതി. ബിക്കോസ് ഡോട്ട് പ്രോഡക്റ്റ് ഒന്നുമില്ല. ബിക്കോസ് എന്റെ പാത്തും ഇലക്ട്രിക് ഫീൽഡ് ഒരേ ഡയറക്ഷനില്ല. സോ അവർക്കിടക്കുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. സോ കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ ഈ dr കോസ് തീറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ dr ആണ്. ബിക്കോസ് കോസ് തീറ്റയുടെ വാല്യൂ 1 ആണ്. ആൻഡ് dr എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്ത് ഇതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് dx എന്ന് എടുത്തു. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. എങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് v2 മൈനസ് v1 ഈക്വൽ ടു ഇന്റഗ്രേറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അറിയാം ഇത് ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്, ഇൻഫിനിറ്റ് ലൈൻ ആണ്. ഇൻഫിനിറ്റ് ലൈൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? മൈനസ് ഇന്റഗ്രൽ x1 ടു x2 k2 ലാംഡ ബൈ എക്സ് ഡി എക്സ്. അതാണ് ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ടാക്കുന്നത്, ഇൻഫിനിറ്റ് ലൈൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. എങ്ങനെ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് കെ പുറത്ത് പോയി, അത് കോൺസ്റ്റന്റ് ആണ്, 2 പുറത്ത് പോയി, ലാംഡ പുറത്ത് പോയി, ബാക്കി ഇന്റഗ്രൽ x1 ടു x2 1 ബൈ എക്സ് ഡി എക്സ്. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2 കെ ലാംഡ ഇന്റഗ്രൽ 1 ബൈ ഡി എക്സ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് വെച്ചാൽ log x ഫ്രം ദ ലിമിറ്റ് x1 ടു x2 എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 2k ലാംഡ ലോഗ്, ഓക്കെ, ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ log x2 മൈനസ് log x1, log x2 മൈനസ് log x1 എന്ന് പറഞ്ഞാൽ log x1 ബൈ log x2, log x2 ബൈ log x1, സോറി, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, എനിക്ക് പുറത്തൊരു മൈനസ് സൈൻ ഉണ്ട്, ലോഗിനകത്ത് പോകുമ്പോൾ ഹോൾ റേസ് ടു -1 ആവും. സോ എനിക്ക് ലോഗിനകത്ത് കിടക്കുന്ന സാധനത്തിനെ ഫ്ലിപ്പ് ചെയ്യാം. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 2k ലാംഡ ലോഗ് x1 ബൈ x2. സോ ഇതാണ് നമ്മുടെ ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള, അതായത് ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഇതാണ് നമ്മുടെ v2 മൈനസ് v1. അപ്പോൾ നമുക്ക് ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ മറ്റൊരു പ്രോപ്പർട്ടി നോക്കാം. റൈറ്റ്, അതായത് സപ്പോസ് നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനേഷൻ. റൈറ്റ്, എന്താണ് വി ഓഫ് ആർ ടു? വി ഓഫ് ആർ ടു എന്ന് പറഞ്ഞാൽ R2 എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ. ഇതാണ് നമ്മുടെ സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, റൈറ്റ്. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലെ പൊട്ടൻഷ്യൽ. അവർക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, അതിന്റെ എക്സ്പ്രഷൻ ആണിത്. ഓക്കെ, ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെയുള്ള എന്റെ പൊട്ടൻഷ്യലിന്റെ കൂടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ആഡ് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്. സപ്പോസ് ഞാൻ ഈ പൊട്ടൻഷ്യലിന്റെ കൂടെ ഞാനൊരു 6 ആഡ് ചെയ്യുന്നു, ഇവിടെയും ഞാനൊരു 6 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, ഞാൻ പൊട്ടൻഷ്യലിന്റെ കൂടെയാണ് ഞാൻ നമ്പർ ആഡ് ചെയ്തത്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കൂടെ അല്ല. ഓക്കെ, അതായത് ഇതിനുള്ള ഓരോ പൊട്ടൻഷ്യലിന്റെ കൂടെ ഞാൻ 6 എന്ന നമ്പർ ആഡ് ചെയ്തു. നമുക്ക് ആലോചിക്കുക ഈ ഇക്വേഷനിൽ എസെൻഷ്യലി എന്ത് വ്യത്യാസം വന്നതെന്ന്. ഒന്ന് ആലോചിക്കാൻ മനസ്സിലാവും, ഇക്വേഷനിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ബിക്കോസ് ഞാൻ ഇവിടെ +6 ആഡ് ചെയ്തു, ഇവിടെ +6 ആഡ് ചെയ്തു, ഈ മൈനസ് അകത്ത് വരുമ്പോൾ ഇത് -6 ആവും, ഈ -6ഉം +6ഉം ക്യാൻസൽ ചെയ്തു പോകും. അതായത് എനിക്ക് പൊട്ടൻഷ്യലിന്റെ കൂടെ ഇഷ്ടമുള്ള നമ്പർ ആഡ് ചെയ്യാം. റൈറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു വ്യത്യാസവും വരില്ല. നമുക്ക് ഓൾറെഡി അറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വർക്കുമായിട്ട് റിലേറ്റഡ്. ബിക്കോസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v2 മൈനസ് v1 ടൈംസ് q ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ പൊട്ടൻഷ്യലിലൂടെ ഇഷ്ടമുള്ള നമ്പർ ആഡ് ചെയ്താലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറാത്തതുകൊണ്ട് തന്നെ വർക്ക് ഡൺ മാറില്ല. വർക്ക് ഡൺ ആണ് വർക്ക് എനർജി തിയറത്തിനകത്തുള്ള എലമെന്റ്. സോ വർക്ക് ഡൺ മാറിയില്ല എന്നുണ്ടെങ്കിൽ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്ത് നമ്മൾ ഫൈനൽ കൈനറ്റിക് എനർജി, ഫൈനൽ വെലോസിറ്റി ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വരത്തില്ല. റൈറ്റ്, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഈ വർക്ക് ഡൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ബിക്കോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വർക്കുമായിട്ട് റിലേറ്റഡ്, കൈനറ്റിക് എനർജിയായിട്ട് റിലേറ്റഡ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമെറ്റിക്കൽ ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു ഫ്ലേവർ ഇവിടെ കാണുകയും ചെയ്തു. അതായത് ഞാൻ പൊട്ടൻഷ്യലിന്റെ കൂടെ ഇഷ്ടമുള്ള നമ്പർ ആഡ് ചെയ്താലും ഫിസിക്സിൽ ഒരു വ്യത്യാസവും വരില്ല. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. എനിക്ക് പൊട്ടൻഷ്യലിന്റെ കൂടെ ഇഷ്ടമുള്ള നമ്പേഴ്സ് എനിക്ക് ആഡ് ചെയ്യാം, പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു വ്യത്യാസവും വരില്ല. അതാണ് പോയിന്റ്. എങ്കിൽ എന്താ ഇതിന്റെ ഇംപ്ലിക്കേഷൻ? ഇതിന്റെ കോൺസിക്വൻസ് എന്തുവാ?
ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നോക്കുക, സപ്പോസ് ഇനിഷ്യലി നമ്മുടെ ഈ V1, അതായത് ഈ പോയിന്റ് ഫസ്റ്റ് പൊസിഷൻ, ഈ ഫസ്റ്റ് പൊട്ടൻഷ്യൽ സപ്പോസ് ഒരു 8 ആയിരുന്നു എന്ന് വെച്ചു. സെക്കൻഡ് പോയിന്റിലെ പൊട്ടൻഷ്യൽ സം 10. എനിക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യലിന്റെ ഇഷ്ടമുള്ള നമ്പർ ആഡ് ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകണം, ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യലിന്റെ കൂടെ ഞാനൊരു -8 ആഡ് ചെയ്യുന്നു. ഇവിടെയും ഞാൻ അതുപോലെ തന്നെ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫൈനലി ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ ഞാൻ 0 ആക്കി, ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ ഞാൻ എന്തുവാക്കി, 10 - 8, അതായത് ഞാൻ 2 ആക്കി. നമുക്ക് ഓൾറെഡി അറിയാം ഫിസിക്സിൽ ഒരു വ്യത്യാസം വരില്ല, ബിക്കോസ് മുമ്പ് ഇവിടെ 8ഉം ഇവിടെ 10ഉം ആയിരുന്നപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 ആയിരുന്നു. ഇപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 തന്നെയാണ്. പക്ഷേ എന്റെ പൊട്ടൻഷ്യലിന്റെ നമ്പേഴ്സ് ഞാൻ മാറ്റി. ഇവിടെ സംഭവിച്ചത് എന്താണ്, മുമ്പ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ 8 ആയിരുന്നു, ഇപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആയി. എന്ന് പറഞ്ഞാൽ അതിനകത്ത് മുമ്പ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ 8 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ എങ്ങാനും ആയിരിക്കും പൊട്ടൻഷ്യൽ 0 ആയിരുന്നത്. ഇപ്പൊ 0 എവിടെയായി, ഇവിടെയായി. അതായത് എനിക്ക് പൊട്ടൻഷ്യലിന്റെ കൂടെ ഇഷ്ടമുള്ള നമ്പർ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, പൊട്ടൻഷ്യൽ 0 എവിടെയാണെന്ന് എനിക്ക് സെറ്റ് ചെയ്യാം ഒരു പ്രോബ്ലത്തിനകത്ത്, റൈറ്റ്? ഓക്കെ, അതായത് എൻ്റെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഡിസൈഡ് ചെയ്യാം ഏതായിരിക്കണം 0 പൊട്ടൻഷ്യൽ എന്ന്. ഓക്കെ, അതെന്റെ കൺവീനിയൻസ് ആണ്, റൈറ്റ്? ഓക്കെ, റൈറ്റ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ സംസാരിക്കുന്നത് ഒരു പോയിന്റ് ചാർജിനെ പറ്റിയാണെങ്കിൽ, അതായത് നമ്മുടെ പ്രോബ്ലം ഒരു പോയിന്റ് ചാർജിനെ പറ്റിയാണെങ്കിൽ നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് എന്തായാലും ആ പോയിന്റ് ചാർജിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിൽ, അതായത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഒരു തരത്തിലുള്ള എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ല. എങ്കിൽ ഒരു പോയിന്റ് ചാർജിന്റെ കേസിൽ നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി, അതായത് വി അറ്റ് ഇൻഫിനിറ്റി നമ്മൾ 0 ആയിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്, ബിക്കോസ് അതാണ് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ്. ഓക്കെ, റൈറ്റ്. ഇനി അതേസമയം സപ്പോസ് നമ്മൾ ഒരു ലബോറട്ടറിയിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു. ഓക്കെ, ആ സിനാരിയോയിൽ നമുക്ക് ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ 0 ആയിട്ട് ചൂസ് ചെയ്യുന്ന അത്രത്തോളം കൺവീനിയന്റ് അല്ല. സോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കണ്ടക്ടർ നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എർത്തിന്റെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് നമ്മൾ പറയും. അതായത് നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ച് എനിക്ക് സെറ്റ് ചെയ്യാം എവിടെ ആയിരിക്കണം പൊട്ടൻഷ്യൽ 0 ആക്കേണ്ടതെന്ന്. പക്ഷെ വൺസ് ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ റെഫറൻസ് വെച്ച് വേണം എൻ്റെ പ്രോബ്ലം ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ആദ്യം എഴുതിയ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷന്റെ വൺ ഡയമെൻഷണൽ വേർഷൻ എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു, V2 - V1 ഈക്വൽ ടു ഇന്റഗ്രൽ x1 to x2 e dx. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി, ഓക്കെ, ഞാൻ വളരെ റിഗറസ് ആയിട്ടുള്ള പ്രൂഫ് ഒന്നും പറയുന്നില്ല, നമുക്കിവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ, വിത്ത് എ മൈനസ് സൈൻ. എങ്കിൽ നമുക്കറിയാം ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിവേഴ്സ് പ്രോസസ്സുകളാണ്. ഇതിന്റെ ഇന്റഗ്രൽ ആണ് ഇതെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റഗ്രൽ ആണ് പൊട്ടൻഷ്യൽ എങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഡെറിവേറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, സോ ആ മൈനസ് സൈനോട് റിഫ്ലക്ട് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ദിസ് ഇംപ്ലൈസ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് എ മൈനസ് സൈൻ. അതായത് ഞാൻ പൊട്ടൻഷ്യലിനെ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് തന്നാൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇലക്ട്രിക് ഫീൽഡിനെ പൊട്ടൻഷ്യലിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ച കംപ്ലീറ്റ്ലി വൺ ഡയമെൻഷൻ, അതായത് എക്സ് ആക്സിസ് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്ന് വെച്ചാൽ എനിക്കിവിടെ ബേസിക്കലി കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് ആയിരിക്കും, അത് ഓർക്കുക. എങ്കിൽ നമുക്ക് ആലോചിക്കാം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ ഇതിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഇൻ ജനറൽ, ഓക്കെ, അതായത് സപ്പോസ് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ആൻഡ് എൻ്റെ പൊട്ടൻഷ്യൽ എക്സിനെയും വൈനെയും ഇസഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ്, ഇലക്ട്രിക് ഫീൽഡിന്റെ വൈ കമ്പോണന്റ് എന്താണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇസഡ് കമ്പോണന്റ് എന്താണ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്താണ്? അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. എന്താണ് ഡോ എന്ന് ഞാൻ പറയാം, ഐ പ്ലസ് ഡോ വി ബൈ ഡോ വൈ ജെ ഡോ വി ബൈ ഡോ ഇസഡ് with a minus sign, with a minus sign, right? ഈ കിടക്കുന്ന സാധനമാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വൈ കമ്പോണന്റ്, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇസഡ് കമ്പോണന്റ്. അപ്പൊ ചോദിക്കാം, എന്താണ് ബേസിക്കലി ഡോ ബൈ ഡോ എക്സ്? ഓക്കെ, റൈറ്റ്. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് ചിലപ്പോൾ പലർക്കും അറിയത്തില്ലായിരിക്കും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സ് ഒഴികെ ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് എനിക്കറിയേണ്ടത്, ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വൈ
എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എക്സ് ഒഴികെ ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റന്റ് ട്രീറ്റ് ചെയ്യുക. ഇവിടെ കോൺസ്റ്റന്റ് ഏതാണ്? വൈ കോൺസ്റ്റന്റ് ആണ്. സോ വൈ എക്സ് അല്ലാത്ത വേരിയബിൾ ആണ് വൈ, സോ വൈ കോൺസ്റ്റന്റ് അത് പുറത്തു പോയി. ബാക്കി ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ വൈ 2x. റൈറ്റ്. എന്താണ് ഈ കേസിൽ? ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ വൈ. ഇവിടെ വൈയിലാണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ വൈ അല്ലാതെ ബാക്കി ഏതുണ്ടോ അതൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയർ പുറത്ത് പോകും. എക്സ് സ്ക്വയർ ടൈംസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ് വൈ. ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്താണ്, എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? ആദ്യം സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഇൻറ്റു അതിൻ്റെ അകത്തുള്ള ഡെറിവേറ്റീവ്. അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ വൈ പുറത്ത് പോയി. ബാക്കി ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ വൈ കോസ് എക്സ് വൈ. റൈറ്റ്. അതേസമയം ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ് വൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി കോസ് എക്സ് വൈ ടൈംസ് എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ എക്സ് പുറത്തു വരും. ബാക്കി ഡോ വൈ ബൈ ഡോ വൈ എന്ന് വെച്ചാൽ 1 എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതുകൊണ്ടാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതൊഴികെ ബാക്കി എല്ലാത്തിനും ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓർഡിനറി ഡിഫറൻസിയേഷൻ തന്നെയാണ് പിന്നെ ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് ഇതാണ്, പൊട്ടൻഷ്യൽ എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും ഫംഗ്ഷൻ ആണെങ്കിൽ എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യലിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. വൈ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. സിമിലർലി ഇസഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഇസഡിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വിത്ത് എ മൈനസ് സൈൻ. 1 ഡയമെൻഷനിൽ ആണെങ്കിൽ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഓർഡിനറി ഡെറിവേറ്റീവ് തന്നെ, ബിക്കോസ് ഇവിടെ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, വേറെ വേരിയബിൾസ് ഒന്നുമില്ല. സോ ഈ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V is equal to -2x square y. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 2,3. സോ നമുക്ക് എന്തായാലും അറിയാം, ഓക്കെ ഇവിടെ നമ്മുടെ പൊട്ടൻഷ്യൽ എക്സിന്റെയും വൈൻ്റെ ഒരു ഫംഗ്ഷൻ ആണ്. റൈറ്റ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ടൈംസ് ഐ പ്ലസ് മൈനസ് ഡോ വി ബൈ ഡോ വൈ ജെ പ്ലസ് മൈനസ് ഡോ വി ബൈ ഡോ ഇസഡ് കെ. റൈറ്റ്. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് ആണ്, ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ വൈ കമ്പോണന്റ് ആണ്, ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇസഡ് കമ്പോണന്റ് ആണ്. സോ ഞാൻ ഈ ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവും കാൽക്കുലേറ്റ് ചെയ്യണം, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൈറ്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് -2x square y. റൈറ്റ്. ഈക്വൽ ടു റൈറ്റ്. ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എക്സ് ഒഴികെ ബാക്കി എല്ലാത്തിനെയും ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എക്സ് അല്ലാതെ അവിടെ ഉള്ളത് വൈ ആണ് ആൻഡ് 2 ആണ്. ഇത് രണ്ടും ഞാൻ പുറത്തെടുക്കുക. സോ എനിക്ക് എഴുതാം -2y ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ. റൈറ്റ്. എന്ന് വെച്ചാൽ -2y ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ 2x. സോ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ -4xy. റൈറ്റ്. ശരി. എങ്കിൽ അടുത്തത് ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് -2x square y ഈക്വൽ ടു റൈറ്റ്. ഞാൻ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ വൈ ഒഴികെ ബാക്കി എല്ലാം കോൺസ്റ്റൻസ് ആണ്. വൈ ഒഴികെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞൊരു -2x square പുറത്ത് പോയി. ബാക്കി ഡോ ബൈ ഡോ വൈ ഓഫ് വൈ. റൈറ്റ്. എന്ന് വെച്ചാൽ -2x square ഡോ വൈ ബൈ ഡോ വൈ. ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ. റൈറ്റ്. എങ്കിൽ അടുത്തത് ഡോ വി ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് -2x square y. ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, ഞാൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡിലാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. റൈറ്റ്. എങ്കിൽ ഇസഡ് ഒഴികെ ബാക്കി എല്ലാം കോൺസ്റ്റൻസ് ആണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള ഈ രണ്ട് സാധനങ്ങൾ ഇസഡ് അല്ല, അതായത് എക്സ് സ്ക്വയറും വൈയും ആണ്. എന്ന് വെച്ചാൽ ഇസഡിന്റെ പോയിന്റ് ഓഫിൽ ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ്. ഓക്കെ. റൈറ്റ്. എങ്കിൽ നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്? 0 എന്ന് വെച്ചാൽ ഈ സാധനം 0. സോ നമുക്ക് ഈ ടേമും ഈ ടേമും ഈ ടേമും കിട്ടി. സോ നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഡയറക്ട്ലി ഈ ടേംസ് ഇവിടെ പ്ലഗ് ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. സോ നമുക്ക് എഴുതാം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എക്സ് കോമ വൈ. ഓക്കെ. റൈറ്റ്. ഈക്വൽ ടു ഫസ്റ്റത്തെ ടേം. ഓക്കെ. റൈറ്റ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ നമ്മുടെ ഈ ടേം ഇവിടെ പ്ലഗ് ചെയ്യുന്ന സമയത്ത് മൈനസ് സൈനും ക്യാൻസൽ ആവും. സോ നമ്മുടെ ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4
എക്സ് വൈ വിത്ത് എൻ ഐ പ്ലസ് അടുത്തതിൽ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. സോ ഇവിടെ പ്ലഗ് ചെയ്യുന്ന സമയത്ത് മൈനസും മൈനസും ക്യാൻസൽ ആവും. സോ അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x² ജെ, അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 0. ഓക്കെ റൈറ്റ്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 2,3 ആണ്. സോ എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 2,3 ഈക്വൽ ടു 4 × 2 × 3i പ്ലസ് 2 × x എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2² j എന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് ഇതെന്ത് കിട്ടും? 4 × 3 12, 12 × 2 24. സോ 24i പ്ലസ് 4 × 2 എന്ന് പറഞ്ഞാൽ 8j. സോ ഇതാണ് 2,3 എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാനിവിടെ പറഞ്ഞ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ്. നമ്മൾ ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. അപ്പൊ ആലോചിക്കാം എന്തായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ റൈറ്റ്. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നതിന് ഒരു തരത്തിലുള്ള ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ഇല്ല. ബിക്കോസ് എനിക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കൂടെ ഇഷ്ടമുള്ള നമ്പർ എനിക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വ്യത്യാസം വരത്തില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആക്ച്വലി വർക്കുമായിട്ട് റിലേറ്റഡ്. വർക്കാണ് ആക്ച്വലി വർക്ക് എനർജി തിയറം അനുസരിച്ച് എനർജി ആയിട്ട് റിലേറ്റഡ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഒരു റിയൽ ഫിസിക്കൽ കണ്ടന്റ് ഉള്ള ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി. പൊട്ടൻഷ്യലിന്റെ ഒറിജിൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഷിഫ്റ്റ് ചെയ്യാം. സോ ദാറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്നതിന് പ്രത്യേകിച്ച് വലിയ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. റൈറ്റ്. സോ എങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്തിന്റെ ബേസിസിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഞാൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഓൾറെഡി ഏതോ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യലിന്റെ ഒറിജിൻ ഞാൻ 0 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ആ ഒറിജിൻ ആണ് ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇന്നതാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. റൈറ്റ്. ഓക്കെ. അതായത് ഞാൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവണമെങ്കിൽ ഞാൻ എൻ്റെ ഒറിജിൻ ഏതാണെന്ന് ഓൾറെഡി സ്പെസിഫൈ ചെയ്യണം. ഞാൻ പറയണം എവിടെയാണ് എൻ്റെ v = 0 എന്ന്. എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഒറിജിൻ, അതായത് v = 0 ഒറിജിൻ, ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് എനിക്ക് പറയാം. ഓക്കെ. അതിന് മാത്രമേ ഒരു ഫിസിക്കൽ മീനിങ് ഉള്ളൂ. ഓക്കെ റൈറ്റ്. ഇതൊക്കെ എന്തായാലും ബാക്ക് സ്റ്റോറീസ് ആണ്. അപ്പൊ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ റൈറ്റ്. നമുക്ക് നോക്കാം. സപ്പോസ് ഇതൊരു ക്യൂ ചാർജ് ആണ്, ക്യാപിറ്റൽ ക്യൂ, ആൻഡ് ഇത് നമ്മുടെ എക്സ് ആക്സ് ആണ്. റൈറ്റ്. ഓക്കെ റൈറ്റ്. എനിക്ക് എന്തായാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമേ ഈ പോയിന്റിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവൂ. സോ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇവിടുത്തെ പൊസിഷനാണ് x1 ആൻഡ് ഇവിടുത്തെ പൊസിഷനാണ് x2. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് പോയിന്റ്സിനോടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിലോട്ട് എത്താം. ഓക്കെ റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം ഈ രണ്ട് പോയിന്റ്സിനോടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മൾ അതിന്റെ ഡെഫിനേഷൻ ബ്ലൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുവാണ്. എനിക്ക് എഴുതാം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് v2 - v1 = മൈനസ് ഇന്റഗ്രൽ x1 to x2 e dx. ഓക്കെ റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം v2 - v1 = മൈനസ് ഇന്റഗ്രൽ x1 to x2 e എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 q / x². റൈറ്റ്. എങ്കിൽ നമുക്ക് എഴുതാം which is equal to kq / x² dx. ഓക്കെ റൈറ്റ്. എങ്കിൽ which is equal to മൈനസ് കെയും ക്യൂവും കോൺസ്റ്റൻസ് ആണ്. സോ അത് ഇന്റഗ്രേഷൻ പുറത്തു വന്നു. ബാക്കി ഇന്റഗ്രൽ x1 to x2 1/x² dx. ഓക്കെ. എങ്കിൽ എനിക്ക് എഴുതാം v2 - v1 = മൈനസ് കെ ക്യൂ. എന്താണ് 1/x² dxന്റെ ഇന്റഗ്രൽ? 1/x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻². x⁻²ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x⁻² + 1/-2 + 1 എന്ന് വെച്ചാൽ x⁻1/-1 എന്ന് വെച്ചാൽ -1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/x ആണ്. ആ മൈനസ് പുറത്തോട്ട് വരുമ്പോൾ ഇത് പ്ലസ് ആവും. ഓക്കെ റൈറ്റ്. എങ്കിൽ ബാക്കി 1/x ഫ്രം ദ ലിമിറ്റ് x1
2x2. അല്ലെങ്കിൽ എനിക്ക് എഴുതാം v2 minus v1 equal to kq, റൈറ്റ്. ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് എനിക്ക് എഴുതാം 1/x2 minus 1/x1. സോ ഇതാണ് ആക്ച്വലി ഈ രണ്ട് പോയിന്റ്സ് നടക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, എങ്കിൽ നമുക്ക് ഇനി ആലോചിച്ച് നോക്കാം. സപ്പോസ് എന്റെ ഈ x1 എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റിയിലാണെന്ന് വെച്ചു, റൈറ്റ്. അതായത് എന്റെ x1 എന്ന് പറയുന്ന പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. അതായത് x1 ഗോസ് ടു ഇൻഫിനിറ്റി. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എനിക്ക് പൊട്ടൻഷ്യൽ 0 എവിടെ ആവണമെന്ന് എനിക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് പോയിന്റ് ചാർജ് ആണ്. പോയിന്റ് ചാർജ് ആണെങ്കിൽ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻഫിനിറ്റി ആണ്. ബിക്കോസ് ഇൻഫിനിറ്റിയിൽ ഈ പോയിന്റ് ചാർജിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. എങ്കിൽ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ്. സോ എനിക്ക് പറയാം x1 ഗോസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മുടെ ഗുഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ v ഓഫ് ഇൻഫിനിറ്റി, അതായത് v1 അതെന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. ഓക്കെ, ഇത് നമ്മുടെ ചോയ്സ് ആണ്. ക്ലിയർ? നമ്മുടെ കൺവെൻഷൻ ആണിത്. അണ്ടർ ദിസ് കൺവെൻഷൻ എനിക്ക് എഴുതാം നമ്മുടെ എബോ റിസൾട്ട്, അതായത് v2. ഓക്കെ, v2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊസിഷൻ ആണ്. ഓക്കെ, ഇവിടുത്തെ പൊസിഷനിലെ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ഞാനിപ്പോ x1നെ ഞാൻ ഇൻഫിനിറ്റി ആക്കിയതുകൊണ്ട് തന്നെ ഞാൻ ഇനി തൊട്ട് x2നെ ഞാൻ ജസ്റ്റ് x എന്ന് വിളിക്കുന്നു. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം v2ലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് v, എങ്കിൽ v മൈനസ് v1. v1 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 0. ഓക്കെ, നമുക്കറിയാം v1 0 ആണ് നമ്മുടെ കൺവെൻഷൻ അനുസരിച്ച്. 0 ഈക്വൽ ടു k q ഇൻറ്റു 1/x മൈനസ് 1/x1 ഗോസ് ടു ഇൻഫിനിറ്റി ആണ്. സോ ഇൻഫിനിറ്റി. സോ എനിക്ക് എഴുതാം v at x ഈക്വൽ ടു kq ഡിവൈഡഡ് ബൈ 1/infinity 0 ആണ്. സോ kq/x. സോ നമുക്ക് കിട്ടി. അതായത് നമുക്ക് മനസ്സിലായി ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 q ഡിവൈഡഡ് ബൈ x. x എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, റൈറ്റ്. ഇവിടെ നമ്മൾ അസംഷൻ എടുത്തിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 0. നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എൻ്റെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ആ പോയിന്റ് ചാർജ് ആണ് ക്യാപിറ്റൽ Q. എങ്കിൽ ആ പോയിന്റ് ചാർജിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ, അതായത് x ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ ആണ് v ഇസ് ഈക്വൽ ടു k q ഡിവൈഡഡ് ബൈ x. എങ്കിൽ ഇനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒന്ന്, സപ്പോസ് എൻ്റെ പോയിന്റ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും. എൻ്റെ പോയിന്റ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. അതായത് നമുക്ക് പറയാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ആണ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത് കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ സംഭവം. ഇനി രണ്ടാമത്തത്, ഞാൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ്. പക്ഷെ നമുക്കറിയാം നേച്ചറിലെ ഒബ്ജക്ട്സ് ഒന്നും പോയിന്റ് ചാർജസ് അല്ല. സോ നേച്ചറിൽ നമ്മുടെ ഒബ്ജക്ട്സ് എല്ലാം എന്തായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ബോഡീസ് ആയിരിക്കും. സോ എനിക്കറിയാം സപ്പോസ് ഈ സാധനത്തിന്റെ പുറത്ത് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ്. ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ഈ ബോഡീനെ ചെറിയ 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 പീസുകളായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യും, റൈറ്റ്. ഓക്കെ, സപ്പോസ് ഈ ഓരോ സ്മോൾ ഇൻഫിനിറ്റെസിമൽ പീസസും ക്യാരി ചെയ്യുന്ന ചാർജ് സപ്പോസ് dq ആണെന്ന് വെച്ചോ. dq അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഈ dq എന്ന് പറയുന്ന സാധനം ഈ പോയിന്റിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് dv which is equal to k dq divided by that distance, അതായത് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമ്മുടെ എൻറ്റയർ ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ എൻറ്റയർ ബോഡി ഈ പർട്ടിക്കുലർ പോയിന്റ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള ഓരോ ഇൻഫിനിറ്റെസിമൽ ചാർജ് എലമെന്റ്സ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യലിനെ ഞാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് എൻ്റെ ഇപ്പൊ കിട്ടിയ എക്സ്പ്രഷനെ അത് എനിക്ക് പറയാം എൻ്റെ ടോട്ടൽ v എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ k dq ഡിവൈഡഡ് ബൈ r ആൻഡ് ആ ഇന്റഗ്രേഷൻ ഓവർ ദിസ് ബോഡിയാണ്. ഓക്കെ, സോ ഇന്റഗ്രൽ ഓവർ ദി ബോഡി. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇൻ ജനറൽ ഞാനൊരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ ആർബിട്രറി ഷേപ്പുള്ള ബോഡീസ് ഒന്നും നമ്മുടെ കയ്യിൽ വരത്തില്ല. നമ്മുടെ കയ്യിലുള്ളത് വളരെ സിമെട്രിക് ആയിട്ടുള്ള ചാർജ് മിക്കവാറും യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന വളരെ സിമ്പിൾ ഒബ്ജക്ട്സ് ആയിരിക്കും, റൈറ്റ്. സോ നമുക്ക് ഈ ഇന്റഗ്രൽ ഓവർ ദ ബോഡി പലപ്പോഴും ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ടു മൂവ് എ ചാർജ് q ഫ്രം പോയിന്റ് എ ടു ബി. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട്. സോ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പോയിന്റ്, റൈറ്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഒരു q ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യേണ്ട വർക്ക് ഡൺ എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്താ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതായത് വർക്ക് ഡൺ ബൈ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? q ടൈംസ്
വി ഇനിഷ്യൽ മൈനസ് വി ഫൈനൽ. ഓക്കെ റൈറ്റ്. ആൻഡ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ടൈംസ് വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ. ഓക്കെ റൈറ്റ്. അപ്പൊ ഞാൻ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് ക്യൂ ഇനിഷ്യൽ, എന്താണ് ക്യൂ ഫൈനൽ. ഓക്കെ, ക്യൂ ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ എനിക്ക് എഴുതാം വി ഇനിഷ്യൽ ഈക്വൽ ടു വി അറ്റ് എ. റൈറ്റ്. വി അറ്റ് എ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വി അറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ ചാർജസും, അതായത് ഈ ചാർജ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ഈ ചാർജ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ഈ ചാർജ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ഈ ചാർജ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും പറയാം എ എന്ന് പറയുന്ന പോയിന്റ് ടോട്ടൽ പൊട്ടൻഷ്യൽ. ഓക്കെ റൈറ്റ്. ഫസ്റ്റ് ഈ ചാർജ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ഈ ചാർജ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ് കെ മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. നമുക്കറിയാം ഈ ഫുൾ ഡിസ്റ്റൻസ് എ ആണ്, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എ ബൈ 2 ആണ്. ഓക്കെ റൈറ്റ്. പക്ഷേ അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് എവനും കൊടുക്കുന്നത്. സോ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദീസ് 2 എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരെണ്ണത്തിന്റെ 2 ടൈംസ് ആണ്. സോ എനിക്ക് എഴുതാം ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ ഈക്വൽ ടു കെ ടൈംസ് മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? എ ബൈ 2 ടൈംസ് 2. ഓക്കെ പ്ലസ് റൈറ്റ് നമ്മുടെ ഈ രണ്ടുപേരും ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഇനി എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയാണ് എക്സാക്ട്ലി എവനും കൊടുക്കുന്നത്. സോ ഞാൻ എവൻ കൊടുക്കുന്ന കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? 2 ടൈംസ് എടുത്താൽ മതി. എങ്കിൽ എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം ആ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു കെ, പോസിറ്റീവ് ചാർജ് ആണ്, സോ ക്യൂ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. റൈറ്റ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പൈതോറസ് തിയറം അനുസരിച്ച് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ പ്ലസ് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വിത്ത് എ റൂട്ട്. ഓക്കെ റൈറ്റ്. എങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ ബൈ 2, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ എന്ന് വെച്ചാൽ എന്റെ ഡിനോമിനേറ്ററിൽ വരാൻ പോകുന്നത് റൂട്ട് എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇപ്പൊ എനിക്ക് എവൻ മാത്രം കൊടുക്കുന്നത് കിട്ടിയത്. എവൻ കൂടെ കൊടുക്കുന്നത് വേണമെങ്കിൽ ഈക്വൽ ലെങ്ത് ആണ്, ഈക്വൽ ചാർജ് ആണ്, സോ 2 ടൈംസ് ഇൻറ്റു 2. എങ്കിൽ ഞാൻ അതിനെ സ്ലൈറ്റ്ലി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ, ഓക്കെ ഞാൻ കംപ്ലീറ്റ്ലി സിംപ്ലിഫൈ ചെയ്യുന്നില്ല, എനിക്ക് എഴുതാം വി ഇനീഷ്യൽ ഈക്വൽ ടു റൈറ്റ്. എനിക്ക് ഫസ്റ്റത്തെ ടേമിന് എനിക്ക് എങ്ങനെ എഴുതാം? കെ ക്യൂ വിത്ത് എ മൈനസ് സൈൻ ആൻഡ് എൻ്റെ 2 എന്ത് ചെയ്യും? മുകളിൽ പോവും. 2 മുകളിൽ പോയി കഴിഞ്ഞാൽ ഓവറോൾ ഒരു 4ന്റെ ഫാക്ടർ വരും ഡിവൈഡഡ് ബൈ എ പ്ലസ് അടുത്ത ടേം എന്ന് പറഞ്ഞാൽ 2kq ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ ബൈ 4 പ്ലസ് എ സ്ക്വയർ. റൈറ്റ്. അത് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, ഞാനത് കംപ്ലീറ്റ്ലി സിംപ്ലിഫൈ ചെയ്യുന്നില്ല. അടുത്തത് ഇതാണ് ഫൈനൽ പൊസിഷൻ. റൈറ്റ്. ഫൈനൽ എങ്കിൽ എനിക്ക് എഴുതാം വി ഫൈനൽ ഈക്വൽ ടു വി അറ്റ് ബി. ഓക്കെ എങ്കിൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് അവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. അവിടെ ഒരു കാര്യമുണ്ട്, എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്താണോ എക്സാക്ട്ലി അതിനാണ് എവൻ കൊടുക്കാൻ പോകുന്നത്. ബിക്കോസ് രണ്ടുപേരുടെയും ചാർജസ് ഇൻ മാഗ്നിറ്റ്യൂഡ് എക്സാക്ട്ലി സെയിം ആണ് ആൻഡ് ഡിസ്റ്റൻസിൽ എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ ഇവിടുത്തെ സൈൻ മൈനസ് ആണ്, ഇവിടുത്തെ സൈൻ പോസിറ്റീവ് ആണ്. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ചാർജ് നെഗറ്റീവ് ആണ്. സോ ഇത് രണ്ടും എക്സാക്ട്ലി ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ എവൻ ഇവിടെ എത്ര പൊട്ടൻഷ്യൽ കൊടുക്കുന്നോ അതിനെ എക്സാക്ട്ലി എവൻ ക്യാൻസൽ ചെയ്യും. ബിക്കോസ് ഇത് നെഗറ്റീവ് ചാർജിന് ഇത് പോസിറ്റീവ് ചാർജാണ്, രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ്സും ഡിസ്റ്റൻസും എക്സാക്ട്ലി സെയിം ആണ്. സോ ഈ ചാർജും ഈ ചാർജ് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ക്യാൻസൽ ചെയ്ത് പോകും, ഇവന് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ക്യാൻസൽ ചെയ്ത് പോകും. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ എനിക്ക് എഴുതാം വി ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ക്യൂ ടൈംസ് ക്യൂ ഇനിഷ്യൽ മൈനസ് ക്യൂ ഫൈനൽ. ക്യൂ ഇനിഷ്യൽ ആണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എങ്കിൽ എനിക്ക് എഴുതാം ക്യൂ ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2kq ഡിവൈഡഡ് ബൈ റൂട്ട് എ സ്ക്വയർ ബൈ 4 പ്ലസ് എ സ്ക്വയർ മൈനസ് 4kq ഡിവൈഡഡ് ബൈ എ മൈനസ് വി ഫൈനൽ എന്ന് പറഞ്ഞാൽ 0. ഓക്കെ റൈറ്റ്. സിംപ്ലിഫൈ ചെയ്യുക, കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. എങ്കിൽ അടുത്തത് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ടൈംസ്. ഓക്കെ ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് ഓർഡർ ആണ്, അതായത് ഈ കിടക്കുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണത്. സോ ഞാനത് ഫുൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഞാൻ അതിന് പകരം ഇങ്ങനെ എഴുതുവാണ് വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് റോഡ് ഓൺ ആക്സിയൽ ലൈൻ. ഓക്കെ അതായത് ഇതൊരു യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു റോഡാണ്. സപ്പോസ് അതിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ. ഓക്കെ റൈറ്റ്. എനിക്കറിയേണ്ടത്
ആ റോഡിന്റെ ഈ എൻഡിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? ഓക്കെ, റൈറ്റ്. വളരെ സിമ്പിൾ, നമുക്ക് ആലോചിക്കാം. ഓക്കെ, സപ്പോസ് ഞാൻ ഇവിടെ ഒരു ഇൻഫിനിറ്റെസിമൽ സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. ആ സാധനത്തിന്റെ വിഡ്ത്ത് dx. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സാധനം ക്യാരി ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ലാംഡ ടൈംസ് dx, ബിക്കോസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു dx. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഫിനിറ്റെസിമൽ എലമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഓക്കെ എന്റെ ഈ ഡിസ്റ്റൻസ് ആണ് x. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് ആണ്, ഓക്കെ ഈ ഡിസ്റ്റൻസ് ആണ് x. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫിനിറ്റെസിമൽ എലമെന്റ് ആ പോയിന്റ് കൊടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം dv which is equal to k dq. dq എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ലാംഡ dx ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. റൈറ്റ്, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ x ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദിസ് എൻറ്റയർ റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഇൻഫിനിറ്റെസിമൽ എലമെന്റ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ തൊട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം? ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ. റൈറ്റ്, എന്ന് വെച്ചാൽ എനിക്ക് പറയാം ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു ഇന്റഗ്രൽ k ലാംഡ dx by x from the limit this end to this end. According to this origin, ഈ എൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? R ആണ്. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ഒറിജിൻ ഈ എൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? R പ്ലസ് L. സോ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് R ടു R പ്ലസ് L. ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു k കോൺസ്റ്റന്റ് ആണ്, ലാംഡ കോൺസ്റ്റന്റ് ആണ്, ബാക്കി ഇന്റഗ്രൽ R ടു R പ്ലസ് L dx by x. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഇന്റഗ്രൽ dx by x എന്ന് പറഞ്ഞാൽ log x ആണ്. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു V equal to k lambda log x from the limit R to R plus L. Okay, right, എനിക്ക് upper limit lower limit substitute ചെയ്യാം. So എനിക്ക് എഴുതാം which is equal to k lambda log right R plus L minus log R. Okay, right. ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് എനിക്ക് എഴുതാം ഈക്വൽ ടു k lambda. നമുക്കറിയാം ഇതെന്തുവാണ്? log a minus log b എന്ന് വെച്ചാൽ log a by b എന്ന് വെച്ചാൽ log R plus L ഡിവൈഡഡ് ബൈ R. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് റോഡ് ഓൺ എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ റോഡ്. അതായത് ഇത് ഒരു റോഡാണ്. റൈറ്റ്, എനിക്ക് വേണ്ടത് ആ റോഡിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് d അകലത്തുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ ഒരു കാര്യം നോക്കുക, ഞാൻ ഒരിക്കലും ഈ d എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ആ പോയിന്റ് ഈ റോഡിന്റെ സെന്ററിൽ നിന്നാണ് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എടുത്ത ഒരു ആർബിട്രറി പോയിന്റ് ആണ്. ഓക്കെ, അതായത് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ L2 ആൻഡ് ദിസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ L1. റോഡിന്റെ ടോട്ടൽ ലെങ്ത് L എന്ന് വെച്ചോ, റോഡിന്റെ ടോട്ടൽ ലെങ്ത് L. ഓക്കെ, റൈറ്റ്, റോഡിന്റെ ടോട്ടൽ ലെങ്ത് L ഈക്വൽ ടു L1 പ്ലസ് L2. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം എന്തായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി എന്ന്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം ആ റോഡിൽ, ഓക്കെ ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് വെച്ചോ, ഇവിടെ നിന്ന് ഒരു x ഡിസ്റ്റൻസ് അകലത്തിൽ, ഓക്കെ ഇതാണ് നമ്മുടെ x ഡിസ്റ്റൻസ് അകലത്തിൽ ഞാനൊരു സ്മോൾ dx ലെങ്ത് ഉള്ള ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. എനിക്ക് പറയാം ഈ സാധനത്തിന്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു dx ആണ്. ആൻഡ് എന്താണ് ലാംഡ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള റോഡാണ്. സോ എനിക്ക് പറയാം അതിന്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു dx. എങ്കിൽ ഈ ഒരു സ്മോൾ എലമെന്റ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു dv. Okay, right. dv is equal to k times q എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുവാണ്? ലാംഡ dx ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് d സ്ക്വയർ പ്ലസ് x സ്ക്വയർ. റൈറ്റ്, സോ ഇതാണ് ഈ ചെറിയൊരു ഇൻഫിനിറ്റെസിമൽ എലമെന്റ് ഈ പോയിന്റ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്കറിയേണ്ടത് നമ്മുടെ എൻറ്റയർ റോഡ് കൊടുക്കുന്ന എന്താണെന്ന്. വളരെ സിമ്പിൾ. ഞാൻ എന്ത് ചെയ്യുക? എൻറ്റയർ റോഡ് കൊടുക്കുന്ന അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ സാധനത്തിന് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -L2 ആണ്, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ +L1. സോ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ദാറ്റ് ഇംപ്ലൈസ് ടോട്ടൽ V ഈക്വൽ ടു ഇന്റഗ്രൽ -L2 ടു L1 k
ലാംഡ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഡി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. റൈറ്റ്. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം എൻ്റെ കെ കോൺസ്റ്റന്റ് ആണ്, ലാംഡ കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ -L2 to L1 dx divided by root d square plus x square. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ അടുത്ത എയിം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് ഈ സാധനം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഇന്റഗ്രേഷന്റെ റിസൾട്ട് ആണ്. ഓക്കെ, നമുക്കറിയാം ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഡി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് which is equal to, okay, k lambda already constant ആണ്, അത് പുറത്തുണ്ട്. So which is equal to log x plus root d square plus x square, right, from the limit -L2 to L1. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഡയറക്ട്ലി നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. സോ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുക, അത് കഴിഞ്ഞാൽ എക്സിന് പകരം ലോവർ ലിമിറ്റ് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു വി ഈക്വൽ ടു കെ ലാംഡ ലോഗ് മോഡ് റൂട്ട് ഡി സ്ക്വയർ പ്ലസ് L1 സ്ക്വയർ പ്ലസ് L1 ഡിവൈഡഡ് ബൈ റൂട്ട് ഡി സ്ക്വയർ പ്ലസ് L2 സ്ക്വയർ മൈനസ് L2. റൈറ്റ്. വളരെ ഈസിയാണ് ഈ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ. അതായത് ഞാനിവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ ഒരു ടേം കിട്ടും? ലോഗ് L1 പ്ലസ് റൂട്ട് ഡി സ്ക്വയർ പ്ലസ് L1 സ്ക്വയർ മൈനസ് എഗെയിൻ ലോഗ് L2. റൈറ്റ്. ലോഗിനകത്ത് -L2 വരും ആൻഡ് റൂട്ടിനകത്ത് എക്സിന് പകരം -L2 വരും. ഈ സാധനം മൊത്തത്തിൽ എഴുതുന്നത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിൽ വരും. സോ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി. ഫൈനലി എനിക്ക് ഈ ഫോം ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, റൈറ്റ്. സോ നമുക്കതിനെ ഒന്ന് ബോക്സ് ചെയ്യാം. റൈറ്റ്. നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഈ ഫോമിൽ യൂസ് ചെയ്യാം. ബിക്കോസ് ഈ റോഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന കേസാണ്. ഓക്കെ, നമുക്ക് പറഞ്ഞു നമുക്ക് ഈ റോഡ്, റിങ് ഇതുപോലത്തെ ഷേപ്സ് കൊണ്ട് നമുക്ക് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എങ്കിൽ സിമെട്രി ഉള്ള പല ഷേപ്സും നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ റോഡ്, റിങ് ഇതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ഹെമിസ്ഫിയേഴ്സ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, എങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ചെയ്യാം. നമുക്കറിയേണ്ടത് എങ്കിൽ എന്താണ് ഈ റോഡിന്റെ സെന്ററിൽ നിന്ന് ഒരു ഡി ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ. ബിക്കോസ് അത് ഏറ്റവും കൂടുതൽ പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. സോ നമുക്കറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് സെന്ററിൽ എന്താണ് നമുക്കറിയാം. സെന്ററിലാണെങ്കിൽ ഓക്കെ, അതായത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഓക്കെ, മിഡ് പോയിന്റ് ഇംപ്ലൈസ് ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും മിഡ് പോയിന്റ് ആണെങ്കിൽ. അതായത് L2 ഈക്വൽ ടു L1 വിച്ച് ഇസ് ഈക്വൽ ടു L/2 ബിക്കോസ് ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. സോ എനിക്ക് എഴുതാം മിഡ് പോയിന്റ് ഇംപ്ലൈസ് L2 ഈക്വൽ ടു L1 വിച്ച് ഇസ് ഈക്വൽ ടു L/2. സോ ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ എനിക്ക് എഴുതാം ഓക്കെ, V ഇസ് ഈക്വൽ ടു കെ ലാംഡ ലോഗ് ഓക്കെ, എനിക്ക് എഴുതാം റൂട്ട് ഡി സ്ക്വയർ പ്ലസ് L സ്ക്വയർ ബൈ 4 പ്ലസ് L/2 whole divided by again root d square plus L square by 4 plus L/2. Okay, right. Therefore, which is equal to k lambda log okay mod. ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ 4 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇവിടെ 4d സ്ക്വയറിന്റെ ഫാക്ടർ വരും ആൻഡ് ഓവറോൾ ഡിനോമിനേറ്ററിൽ ഒരു 4 വരും. ആ 4 റൂട്ടിന് പുറത്ത് പോകും. സോ റൂട്ടിന്റെ പുറത്ത് ഓവറോൾ ഒരു 1/2 വരും. ഇവിടെ ഒരു 1/2 ഉണ്ട്. സോ എനിക്ക് 1/2 കോമൺ എടുക്കാം. സോ എനിക്ക് എഴുതാം 1/2 ടൈംസ് റൂട്ട് 4d സ്ക്വയർ പ്ലസ് L സ്ക്വയർ പ്ലസ് L ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും ഇതേ സ്റ്റോറി റിപ്പീറ്റ് ചെയ്യും. സോ എനിക്ക് 1/2 എനിക്ക് കോമൺ എടുക്കാം. സോ റൂട്ട് 4d സ്ക്വയർ പ്ലസ് L സ്ക്വയർ ഓക്കെ. ഓ, ഞാനിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി. ഇത് മൈനസ് ആയിരുന്നു ബിക്കോസ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് സൈൻ ഉണ്ട്. മൈനസ് L ഇതും കട്ട് ചെയ്ത് പോവും. നമുക്ക് എഴുതാം എൻ്റെ ഒരു റോഡ് ഉണ്ട്.
ആ റോഡിന്റെ ടോട്ടൽ ലെങ്ത് L ആണ്. ആ റോഡിന്റെ മിഡ് പോയിന്റിൽ ഒരു d ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ V, which is equal to k lambda log root 4d square plus L square plus L divided by root 4d square plus L square minus L. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡിന്റെ കേസിലാണെങ്കിൽ, റോഡിന്റെ മിഡ് പോയിന്റിലാണെങ്കിൽ നമ്മുടെ ഫോർമുല. അപ്പോൾ അടുത്ത കേസാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് റിംഗ്. ഓക്കെ, സപ്പോസ് ഇതൊരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള റിംഗ് ആണ്. ഓക്കെ, എങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിംഗിന്റെ സെന്ററിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് ഈ റിംഗിന്റെ റേഡിയസ് സപ്പോസ് സം r. ഓക്കെ, സോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ ഉള്ള ഒരു സ്മോൾ ഇൻഫിനിറ്റെസിമൽ എലമെന്റ് കൺസിഡർ ചെയ്യുന്നു. സോ ആ ഇൻഫിനിറ്റെസിമൽ എലമെന്റിന്റെ ലെങ്ത് ആണ് dl. എങ്കിൽ ആ സാധനം ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയെന്ന് വെച്ചാൽ നമുക്കറിയാം. ആ സാധനം ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു dl. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദാറ്റ് എലമെന്റ് അറ്റ് സെന്റർ dv, which is equal to k lambda dl divided by r. Okay, എങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു V ഈക്വൽ ടു ഇന്റഗ്രൽ k lambda dl ഡിവൈഡഡ് ബൈ r. k കോൺസ്റ്റന്റ് ആണ്, ലാംഡ കോൺസ്റ്റന്റ് ആണ്, r കോൺസ്റ്റന്റ് ആണ്. സോ ഇന്റഗ്രൽ dl, നമുക്കറിയാം dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്മോൾ ലെങ്ത് എലമെന്റ് ആണ്. എങ്കിൽ ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ, റൈറ്റ്, എന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈക്വൽ ടു V ഈക്വൽ ടു k ലാംഡ ബൈ r ഇൻറ്റു 2πr. ഓക്കെ, ഇനി നമുക്കറിയാം ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ചാർജ്. അതായത് എനിക്കിത് ഈ കിടക്കുന്ന മുഴുവൻ ക്വാണ്ടിറ്റി ലാംഡ ഇൻറ്റു 2πr, എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? k q ഡിവൈഡഡ് ബൈ r. q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് ഇൻ ദാറ്റ് റിംഗ്, അതാണ്. സോ എനിക്ക് മനസ്സിലായി നമ്മുടെ റിംഗ് കാരണം റിംഗിന്റെ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V, which is equal to kq divided by r. ഓക്കെ, റൈറ്റ്. ഇനി നമ്മളോട് നോക്കിയാൽ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും. അതായത് ഓക്കെ, ഇവിടെ ആലോചിക്കുക, സപ്പോസ് എന്റെ ഈ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് അത് കോൺസ്റ്റന്റ് അല്ല എന്ന് വെച്ചോ. അതായത് ഇത് യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള റിംഗ് അല്ല, നോൺ യൂണിഫോം ആയിട്ടാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കുക നമുക്ക് ഈ കാൽക്കുലേഷൻ എവിടെ വരെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഈ സ്റ്റെപ്പ് ട്രൂ ആണ്, ബിക്കോസ് ഇവിടെ ഇൻഫിനിറ്റെസിമൽ എലമെന്റ് അത് കൊടുക്കുന്ന സാധനം ഇത്രയുമാണ്. സോ ഈ സ്റ്റെപ്പ് ട്രൂ ആണ്. അടുത്ത സ്റ്റെപ്പ് ആണെങ്കിലോ ഈ സ്റ്റെപ്പും ട്രൂ ആണ്. സോ ടോട്ടൽ കണ്ടുപിടിക്കാൻ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതിന്റെ അടുത്ത സ്റ്റെപ്പിലാണെങ്കിലോ എനിക്ക് k കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം, ലാംഡ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. പക്ഷേ ലാംഡയിൽ r കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാം. പക്ഷെ എനിക്ക് ലാംഡ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. ബിക്കോസ് ലാംഡ എന്താണ്? ലാംഡ വേരി ചെയ്യുവാണ്. ബിക്കോസ് ലാംഡ ഒരു ഫംഗ്ഷൻ ആണ്, L വേരി ചെയ്യുന്നതിനനുസരിച്ച് മാറും. അതായത് ലാംഡ നോൺ യൂണിഫോം ആണെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കിതാ ഈ സ്റ്റെപ്പ്, അതായത് ഇവിടം തൊട്ട് നമ്മുടെ കാൽക്കുലേഷനിൽ വ്യത്യാസം വരും. അതായത് നമ്മുടെ കാൽക്കുലേഷൻ എന്തായിട്ട് മാറും? V is equal to ഇന്റഗ്രൽ k പുറത്തു പോയി, r പുറത്തു പോയി, ബാക്കി ലാംഡ dl എന്നാണ് കിട്ടാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, ഇതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു പോയിന്റ്. ഓക്കെ, k ബൈ r ഒന്നാലോചിച്ചോക്കെ, എന്താ ലാംഡ? ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു dl എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇൻഫിനിറ്റെസിമൽ ലെങ്ത് എലമെന്റ്. എങ്കിൽ ലാംഡ dl എന്ന് പറഞ്ഞാൽ എന്തുവാ? dq. റൈറ്റ്. എങ്കിൽ എന്താ ഇന്റഗ്രൽ dq? ടോട്ടൽ q. അതായത് V is equal to k ടോട്ടൽ q ഡിവൈഡഡ് ബൈ r ആണ്. റൈറ്റ്. അതായത് ഇത് യൂണിഫോംലി ചാർജ്ഡ് റിംഗ് ആണെങ്കിലും നോൺ യൂണിഫോംലി ചാർജ്ഡ് റിംഗ് ആണെങ്കിലും അതിന്റെ സെന്ററിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് k ടോട്ടൽ q ഡിവൈഡഡ് ബൈ r ആണ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ അടുത്ത കേസ്, സപ്പോസ് ഇതൊരു ഫുൾ റിംഗ് അല്ല, പാർഷ്യൽ റിംഗ് ആണെന്ന് വെച്ചോ. യൂണിഫോം കേസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതൊരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാർഷ്യൽ റിംഗ് ആണ്. ഓക്കെ, അതിന്റെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ. ഓക്കെ, എനിക്കറിയേണ്ടത് ഇതിന്റെ സെന്ററിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതിന്റെ റേഡിയസ് ആണ് r. എനിക്കറിയേണ്ടത് ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര. സോ റൈറ്റ്, അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. നമ്മുടെ മുഴുവൻ റിംഗ് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പത്തെ പോലെ നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. നമുക്കറിയാം V അല്ലെങ്കിൽ dv is equal to ലാംഡ dl ഡിവൈഡഡ് ബൈ r, ബിക്കോസ് ഈ ഡിസ്റ്റൻസ് എല്ലായിടത്തും എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, എങ്കിൽ ടോട്ടൽ V ഈക്വൽ ടു ഇന്റഗ്രൽ ലാംഡ dl
divided by r. Oh, there is a k. Right. എങ്കിൽ k കോൺസ്റ്റന്റ് ആണ്, r കോൺസ്റ്റന്റ് ആണ്. സോ അത് രണ്ടും പുറത്തു പോയി. ബാക്കി ഇന്റഗ്രൽ ലാംഡ ഡി എൽ. ഇവിടെ എനിക്ക് കാണാൻ പറ്റും, അതായത് ഈ ലാംഡ ടൈംസ് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഡി ക്യൂ, അതായത് കെ ആർ ഇന്റഗ്രൽ ഡി ക്യൂ. റൈറ്റ്. ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലോട്ട് എഴുതിയപ്പോൾ ഞാൻ ഈ ലാംഡ യൂണിഫോം ആണെന്നോ അല്ലെന്നോ ഞാൻ അസ്യൂം ചെയ്തിട്ടില്ല. അതായത് ഞാൻ ഈ ലാംഡ പുറത്തെടുക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലാംഡ യൂണിഫോം ആണെങ്കിലും നോൺ യൂണിഫോം ആണെങ്കിലും ലാംഡ ഇൻറ്റു ഡി എൽ എന്ന് പറഞ്ഞാൽ ആ ഇൻഫിനിറ്റസിമൽ എലമെന്റിന്റെ പുറത്തുള്ള ചാർജ് ആണ്. സോ ഇത് ഡി ക്യൂ ആണ്. ഇന്റഗ്രൽ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ സാധനത്തിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ്. ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു കെ ബൈ ആർ ടൈംസ് ടോട്ടൽ ചാർജ്. ഓക്കെ, റൈറ്റ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കേസിൽ ഈ ക്യൂ എന്ന് പറയുന്നത് ഈ ഫുൾ റിങ്ങിന്റെ പുറത്തുള്ള ചാർജ് ആണ്. ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യൂ എന്ന് പറയുന്നത് ഇത്രയും പുറത്തുള്ള ചാർജ് മാത്രമാണ്. അത് ആലോചിച്ചോണം. ഓക്കെ, റൈറ്റ്. അല്ലാതെ നമ്മുടെ മുഴുവൻ ക്യൂ വന്നിട്ട് ഇതിൻ്റെതും അതേ ക്യൂ അല്ല. റൈറ്റ്. അതായത് സപ്പോസ് എൻ്റെ ഒരു റിംഗ് ഉണ്ട്, ആ റിങ്ങിന്റെ മുഴുവൻ ചാർജ് ക്യൂ ആണെങ്കിൽ ഓക്കെ, ഇത്രയും സെക്ഷൻ മാത്രം ഇവിടെ കൊടുക്കുന്ന എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഇത്രയും സെക്ഷന്റെ മാത്രം ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സപ്പോസ് ആ ചാർജ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓക്കെ, അതായത് ടോട്ടൽ ചാർജ് ക്യൂ ആണ്, അത് യൂണിഫോംലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ എനിക്ക് പറയാം ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ 2πr. അങ്ങനെയാണെങ്കിൽ ഇത്രയും സെക്ഷനിലെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക, ഇത്രയും സെക്ഷന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം ആ കേസിൽ എന്റെ ചാർജ് ക്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യൂ ഡിവൈഡഡ് ബൈ 2πr, അത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഇത്രയും സെക്ഷന്റെ ലെങ്ത്. ഇത്രയും സെക്ഷന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം ഓക്കെ, ഇത് ആർക്ക് ലെങ്ത് ആണ്. സോ എനിക്ക് എഴുതാം ഇത്രയും സെക്ഷന്റെ ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു ആർ ടൈംസ് ദിസ് തീറ്റ. സോ ആർ ക്യാപിറ്റൽ ആർ ടൈംസ് തീറ്റ. ഓക്കെ, സോ എനിക്ക് ഇങ്ങനെ ഈ ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ ഈ ക്യൂ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് എന്ത് ചെയ്യാം, ആ ക്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, എങ്കിൽ നമുക്ക് വേറൊരു കേസ് നോക്കാം. സപ്പോസ് ഇതൊരു റിംഗ് ആണ്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് ഈ റിങ്ങിന്റെ സെന്ററിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. പക്ഷേ ഇനി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഈ റിങ്ങിന്റെ സെന്ററിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അതായത് റിങ്ങിന്റെ സെന്ററിൽ നിന്ന് സപ്പോസ് സം എ ഡിസ്റ്റൻസ്, ഓക്കെ, അല്ലെങ്കിൽ സം എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ നമുക്ക് പറയാം സപ്പോസ് ഈ റിങ്ങിന്റെ റേഡിയസ് r ആണെങ്കിൽ ഓക്കെ, ഈ റിങ്ങിന്റെ പുറത്ത് റിംഗ് സപ്പോസ് യൂണിഫോംലി ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് ലാംഡ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയൊരു സെക്ഷന്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു ഡി എൽ. എങ്കിൽ ഈ ചെറിയൊരു സെക്ഷൻ ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. സോ ഇതാണ് നമ്മുടെ ഡി വി. എങ്കിൽ നമുക്ക് എഴുതാം വി ഇസ് ഇക്വൽ ടു കെ കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഡിനോമിനേറ്റർ കിടക്കുന്ന റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എങ്കിൽ എനിക്ക് എഴുതാം ബാക്കി ഇന്റഗ്രൽ ലാംഡ ഡി എൽ. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കാണാൻ പറ്റും. നോക്കുക, ഈ ലാംഡ കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് പുറത്തെടുക്കാം. ഇനി കോൺസ്റ്റന്റ് അല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലാംഡ ഇൻറ്റു ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്മോൾ എലമെന്റിന്റെ പുറത്തുള്ള ചാർജാണ്. അപ്പോൾ എനിക്ക് എന്തായാലും എഴുതാം ഈ ലാംഡ ടൈംസ് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഈ ഒരു സ്മോൾ സെക്ഷന്റെ പുറത്തുള്ള ചാർജ്. സോ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ ഡി ക്യൂ. റൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് വി ഈക്വൽ ടു കെ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റിങ്ങിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിങ്ങിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ ആക്സിയൽ ലൈനിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ റിസൾട്ട് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെങ്കിലും നോൺ യൂണിഫോം ആണെങ്കിലും ട്രൂ ആണ്. ഓക്കെ, റൈറ്റ്. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് വെച്ച് നമുക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേസ് ചെയ്യാം. അതായത് സപ്പോസ് എൻ്റെ രണ്ട് റിങ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു റിംഗ്. ഓക്കെ, റൈറ്റ്. ഇതാണ് വേറൊരു റിംഗ്. റൈറ്റ്. ഈ രണ്ട് റിങ്സും എക്സാക്ട്ലി ഒരുപോലെ ഇരിക്കുന്ന റിങ്സ് ആണ്. ഇതിന്റെ റേഡിയസ് ആണ് ആർ ആൻഡ് ഇതിന്റെ റേഡിയസും ആർ ആണ്. റൈറ്റ്. സപ്പോസ് ഇവർക്കിടക്കുള്ള ഡിസ്റ്റൻസ് സം എക്സ് ആണ്.
ആൻഡ് ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് പ്ലസ് ക്യൂ ആണ്, ഇതിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ് മൈനസ് ക്യൂ ആണ്. നമുക്കറിയേണ്ടത് ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് സപ്പോസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി എ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ബി. നമുക്കറിയേണ്ടത് എന്താണ് വി എ മൈനസ് വി ബി. ഓക്കെ, ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആലോചിച്ച് നോക്കാം. നമുക്ക് എന്തായാലും പറയാം. ഓക്കെ, റൈറ്റ്. ആദ്യം നമുക്ക് വി എ കാൽക്കുലേറ്റ് ചെയ്യാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ റിംഗ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ഈ റിംഗ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, അതാണ് ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ. എങ്കിൽ എനിക്ക് എഴുതാം വി എ ഈക്വൽ ടു ഫസ്റ്റ് ഇത് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, അത് നമുക്കറിയാം കെ ഇൻറ്റു അവന്റെ ചാർജ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി ആ ഇക്വേഷൻ ഇവിടെ ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കെ, സോ കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ഈ റിംഗ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ആ റിംഗ് അവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ, പക്ഷെ അതിന്റെ ടോട്ടൽ ചാർജ് മൈനസ് ക്യൂ ആണ്. സോ ഇവിടെ മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ബിക്കോസ് നമ്മുടെ ഈ ഫോർമുല, ഈ ഡിസ്റ്റൻസ് ആണ് എക്സ്. ഈ റിംഗിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ വി എ കണ്ടുപിടിച്ചു. സിമിലർലി എനിക്ക് വി ബി കണ്ടുപിടിക്കാം. വി ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് എവന്റെ സെന്ററിൽ തന്നെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. സോ ഫസ്റ്റ് ഞാൻ എവന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എഴുതുവാണ്. അവന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ, അവന്റെ ചാർജ് മൈനസ് ക്യൂ ആണ്. സോ മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എവൻ ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. അവനോട് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. സോ എനിക്ക് വി എ കിട്ടി, വി ബി കിട്ടി. ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വി എ മൈനസ് വി ബി വേണമെന്ന് ഞാൻ ഈ കിടക്കുന്ന ക്വാണ്ടിറ്റിന്ന് ഈ ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യുക. ഞാൻ ആ സ്റ്റെപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇത് റിംഗ് ആണ് ആൻഡ് ഈ റിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ആൻഡ് ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്. ഞാൻ ഈ പോസിറ്റീവ് ചാർജിന് ഇവിടെ നിങ്ങോട്ട് എറിയുവാണ്. എനിക്കറിയേണ്ടത് മിനിമം ഞാൻ എത്ര സ്പീഡിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് സെന്ററിലെത്തും. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ വെറുതെ എറിഞ്ഞു കഴിഞ്ഞാൽ എത്തത്തില്ല. ബിക്കോസ് ഇത് പോസിറ്റീവ് ചാർജുള്ള റിംഗ് ആയത്, ഇതിന് റിപ്പൽ ചെയ്യും. സോ ഇത് സ്ലോ ആയി വരും. സോ ഞാൻ മിനിമം ഒരു പർട്ടിക്കുലർ വെലോസിറ്റി എങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഈ സാധനം ഇവിടെ എത്തത്തുള്ളൂ. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം. സോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യുക. എനിക്ക് എഴുതാം ഇനിഷ്യൽ വർക്ക് എനർജി തിയറി അനുസരിച്ച് ഇനിഷ്യൽ കൈനറ്റിക് എനർജി, അതായത് ഹാഫ് എം യു സ്ക്വയർ പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് നമുക്കറിയാം ഈ സാധനം സെന്ററിലെത്തണം ആൻഡ് ഇത് ഈ വെലോസിറ്റി മിനിമം വെലോസിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെന്ററിലെത്തുന്ന വെലോസിറ്റി 0 ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ എനിക്കിത് മിനിമം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് സെന്ററിൽ അത് നോൺ സീറോ വെലോസിറ്റി എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിൽ 0 എത്തിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ എനിക്ക് പറയാം സെന്ററിൽ എത്തുമ്പോൾ എന്റെ വെലോസിറ്റി 0 ആയിരിക്കണം, ബിക്കോസ് യു മിനിമം ആയിരിക്കണം. എങ്കിൽ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്, ഇവിടെ അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമാണ്. എങ്കിൽ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വർക്ക് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം വി ഇനിഷ്യൽ മൈനസ് വി ഫൈനൽ ടൈംസ് ക്യൂ. സോ വി ഇനിഷ്യൽ മൈനസ് വി ഫൈനൽ ടൈംസ് ക്യൂ. ഇതാണ് വർക്ക് ഡൺ ബൈ ഇവിടുത്തെ ഓൾ ഫോഴ്സസ്. സോ ഞാൻ വി ഇനിഷ്യൽ കണ്ടുപിടിക്കുക, വി ഫൈനൽ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എനിക്ക് എഴുതാം വി ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനിഷ്യൽ ഇത് എവിടെയാണ് നിൽക്കുന്നത്. സോ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ, നമുക്ക് ഓൾറെഡി അറിയാം ഇക്വേഷൻ, കെ ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതാണ് ആക്ച്വലി ഇവിടുത്തെ പൊട്ടൻഷ്യൽ, അതായത് ഈ പോയിന്റിൽ ഉള്ള പൊട്ടൻഷ്യൽ. ഇനി ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം വി ഫൈനൽ എന്ന് പറഞ്ഞാൽ സെന്ററിലെ പൊട്ടൻഷ്യൽ. സെൻട്രൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ റേഡിയസ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എനിക്ക് എഴുതാം that implies half m u square plus k q root r square plus x square minus k q by r times q is equal to 0. ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് എനിക്ക് ഈ ഹോൾ ടേമിനെ ഇപ്പുറത്ത് കൊണ്ടുപോകാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, m കൊണ്ട് ഡിവൈഡ് ചെയ്യാം, റൂട്ട് എടുക്കാം. സോ എനിക്ക് ആ മിനിമം വെലോസിറ്റി എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പ്രോബ്ലത്തിന് ചെറിയൊരു ടെസ്റ്റ് കൊടുക്കാൻ പോവാം. അതായത് സപ്പോസ് എന്റെ ഈ ചാർജ് ഒരു മൈനസ് ക്യൂ ആണെന്ന് വെച്ചാൽ, എങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. എങ്കിൽ ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഞാൻ ആക്ച്വലി എറിയണ്ട, ഞാൻ ജസ്റ്റ് വെറുതെ വെച്ചാൽ മാത്രം മതി. എന്തു പറ്റും? ഈ സാധനം
ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് അവൻ അട്രാക്ട് ചെയ്യും. എന്ന് വെച്ചാൽ അവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യും, സെന്ററിലെത്തുമ്പോൾ നിൽക്കത്തില്ല. ബിക്കോസ് അത് അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ഇത് മുന്നോട്ട് വരുവാണ്. സോ സെന്ററിലെത്തുമ്പോൾ എന്തായാലും ഒരു ഫൈനൈറ്റ് വെലോസിറ്റി കാണും. സോ അതിന്റെ ഇനേർഷ്യ കാരണം അത് പിന്നെയും മുന്നോട്ട് മൂവ് ചെയ്യും. ഇത് മുന്നോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് ഇങ്ങോട്ടാണ്, റൈറ്റ്? സോ ഇത് സ്ലോ ആയി നിൽക്കും. പിന്നെ ഇത് തിരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും, സെന്ററിലെത്തുമ്പോൾ നിൽക്കത്തില്ല, അത് പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇത് ഇങ്ങോട്ട് പോകും. സോ അട്രാക്റ്റീവ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. സോ അത് നിൽക്കും, നിന്നിട്ട് തിരിച്ചു വരും. എന്ന് വെച്ചാൽ ഇത് ഓസിലേറ്ററി മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ നമുക്ക് ആ ഓസിലേറ്റർ മോഷന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടത്. അത് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും, ഇതൊക്കെ അറിയണ്ടേ. ഒന്നാലോചിക്കുക, സിമ്പിൾ ഹാർമോണിക് മോഷൻ പല സിറ്റുവേഷൻസിലും സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കത്തില്ല അവിടെ ഉള്ള ഓസിലേഷൻ. പലപ്പോഴും സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മോൾ ഓസിലേഷന്റെ കേസിലൊക്കെ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. സോ നമുക്ക് അത് അറിയേണ്ടത്, അതായത് ഏതെങ്കിലും ഒരു സിനാരിയോയിൽ ഈ ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് ആണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എത്ര, ഫ്രീക്വൻസി എത്ര, ഇതൊക്കെ അറിയണ്ടേ. സോ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫോമിലാണോ അല്ലയോ എന്നറിയാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്ട്രക്ചർ കൊണ്ടുവരാൻ നോക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ d²r/d²x/dt², അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ. ഞാൻ അതിന്റെ ടേം എഴുതുക, എന്നിട്ട് ബാക്കി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഫോമിൽ d²x/dt² + ω²x = 0 ഈ സ്ട്രക്ചറിലാക്കാൻ പറ്റുമോ നോക്കുക. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒമേഗയാണ് ബേസിക്കലി അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി, എങ്കിൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 2π/ω, റൈറ്റ്? ഇതാണ് നമ്മുടെ ജനറൽ സ്ട്രാറ്റജി. ശരി, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ എന്തെങ്കിലും ചെയ്ത് ആക്സലറേഷൻ കണ്ടുപിടിക്കുക, റൈറ്റ്? അതായത് d²x/dt² കണ്ടുപിടിക്കുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സലറേഷൻ ഇവിടെ എഴുതാൻ പാടാം, പക്ഷെ നമുക്ക് വർക്ക് എനർജി തിയറം യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ എഴുതാം. എന്നിട്ട് എന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ഓക്കെ, റൈറ്റ്? ഇത് ബേസിക്കലി ഓസിലേഷൻ പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. വെലോസിറ്റിക്ക് എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്ത് വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ എഴുതാൻ പലപ്പോഴും ഈസിയാണ്. ബിക്കോസ് നമ്മുടെ കൺസർവേഷൻ ഓഫ് എനർജി ഉണ്ട്, വർക്ക് എനർജി തിയറം ഉണ്ട്, ഇതെല്ലാം ഡയറക്ട്ലി നമുക്ക് വെലോസിറ്റി തരുന്ന ഒരു എക്സ്പ്രഷനാണ്. ഓക്കെ, റൈറ്റ്? അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് വർക്ക് എനർജി തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, റൈറ്റ്? അപ്പൊ നമുക്ക് എഴുതാം ഈ പർട്ടിക്കുലർ സിനാരിയോ. ഓക്കെ, എനിക്ക് പറയാം. ഓക്കെ, ഞാൻ ഈ ഒബ്ജക്റ്റിന് ചാർജിന് ഇനിഷ്യലി റെസ്റ്റിലാണ് വെച്ചേക്കുന്നത്. സോ എന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 0 പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. സോ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ സം ഹാഫ് mv². അപ്പൊ എനിക്ക് എഴുതാം വർക്ക് ഡൺ ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് vi minus v final times q. Okay, right? Therefore, which is equal to plus vi minus v final. Right? ഇവിടെ ആലോചിച്ചോക്കെ, മുമ്പ് ഞാൻ ചെയ്ത അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടെ ആക്ച്വലി വരാൻ പോകുന്നത്. സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും, പക്ഷേ ക്യൂവിന്റെ വാല്യൂ മൈനസ് ആയി പോയെന്നേ ഉള്ളൂ. റൈറ്റ്? എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം ഈക്വൽ ടു മൈനസ് കെ ക്യൂ ബൈ റൂട്ട് r² പ്ലസ് x² മൈനസ് കെ ക്യൂ ബൈ ആർ. റൈറ്റ്? അതായത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂവിന് പകരം ഞാൻ -q എന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. സോ ഇത് മൈനസായി ഓവറോൾ ഞാൻ -സൈൻ കോമൺ എടുത്തു, അതാണിത്. ഇനിഷ്യൽ വെലോസിറ്റി 0, സോ ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ഈക്വൽ ടു ½ mv². ഓക്കെ, റൈറ്റ്? സോ എനിക്ക് വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇതാണ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ dv/dt വരും. അതാണ് നമ്മുടെ ആക്സലറേഷൻ, നമുക്ക് അതാ വേണ്ടത്. സോ ഞാൻ ഇതിന്റെ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ടേം നെഗറ്റീവ് കോൺസ്റ്റന്റ് ആണ്, സോ അത് മൈനസ് പുറത്തു പോകും. ബാക്കി ഫസ്റ്റത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ കെ ക്യൂ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. റൂട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് r² പ്ലസ് x² ടൈംസ് അതിനകത്തുള്ള ഡെറിവേറ്റീവ്. r² ഡെറിവേറ്റീവ് 0, x² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2x ഇൻറ്റു dx/dt മൈനസ് കെ ക്യൂ ബൈ ആർ, അതായത് ഈ ടേംസ് മുഴുവൻ കോൺസ്റ്റന്റ് ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് 0 ഈക്വൽ ടു ½ mv² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2v dv/dt. ഓക്കെ, റൈറ്റ്? എങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഒരു വെലോസിറ്റിയുടെ ടേം ഉണ്ട് ആൻഡ് dx/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. എങ്കിൽ ഞാൻ അതിനെ സ്ലൈറ്റ്ലി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് ഓക്കെ dv/dt ഈക്വൽ ടു, ഞാൻ ആ 2ന്റെ ടേം എല്ലാം മുകളിലോട്ട് കൊണ്ടുപോകുന്നു. സോ എനിക്ക് എഴുതാം 2/m വിത്ത് എ മൈനസ് സൈൻ ടൈംസ് കെ ക്യൂ ബൈ 2 റൂട്ട് r² പ്ലസ് x² ഇൻറ്റു 2x. ഓക്കെ, അതായത് ഈ ടേം. സോ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം ദാറ്റ് ഇംപ്ലൈസ് dv/dt എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി d²x/dt² ഈക്വൽ ടു മൈനസ്
ഓ റൈറ്റ്, ഈ ടൂവും ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, എങ്കിൽ നമുക്ക് എഴുതാം കെ ക്യൂ ഡിവൈഡഡ് ബൈ ഓക്കെ റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടൈംസ് 2x. ഓക്കെ റൈറ്റ്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ മനസ്സിലാവും ഈ മോഷൻ ഇൻ ജനറൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ അല്ല. ബിക്കോസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണെങ്കിൽ ഏത് ഫോമിലായിരിക്കണം? d²x/dt² ഈക്വൽ ടു മൈനസ് സം ഒമേഗ സ്ക്വയർ ടൈംസ് എക്സ്. ആ ഒമേഗ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആയിരിക്കണം. പക്ഷെ നമുക്കറിയാം ഇവിടെ ഈ ഒമേഗയ്ക്ക് പരം കിടക്കുന്ന സാധനം കണ്ടോ, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ജനറൽ ഇത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ അല്ല. ഓക്കെ റൈറ്റ്. എങ്കിൽ നമുക്കൊന്ന് നോക്കാം, ഇത് സ്മോൾ ഓസിലേഷൻസ് ആണെങ്കിൽ. ഓക്കെ, അതായത് നമ്മുടെ ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, അതാണ് എക്സ്. ആ എക്സ് ഈ ആറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും ആലോചിച്ച് നോക്കാം. ഓക്കെ, അതായത് സപ്പോസ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ മച്ച് സ്മോളർ ദാൻ ആർ, എങ്കിൽ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് d²x/dt² ഈക്വൽ ടു മൈനസ് 2k qx ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് എനിക്കൊരു r² കോമൺ എടുക്കാം. സോ ഞാൻ r² കോമൺ എടുത്താൽ പുറത്ത് 6 വരും, ബാക്കി റൂട്ട് 1 പ്ലസ് x²/r². ഓക്കെ റൈറ്റ്. എക്സ് വളരെ ചെറുതാണെങ്കിൽ എനിക്ക് ഈ ടേമിനെ നെഗ്ലക്ട് ചെയ്യാം. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് r x/r² ഈസ് അപ്രോക്സിമേറ്റ്ലി 0. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് d²x/dt² ഈക്വൽ ടു മൈനസ് ഈ ടേം ഞാൻ നെഗ്ലക്ട് ചെയ്യാണ്. സോ മൈനസ് 2k q ഡിവൈഡഡ് ബൈ r ടൈംസ് x. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് d²x/dt² ഈക്വൽ ടു മൈനസ് ഓർ പ്ലസ് 2k by r ടൈംസ് q ഈക്വൽ ടു 0. സോ നമുക്ക് മനസ്സിലായി ഈ കിടക്കുന്ന സാധനം, അതായത് ഈ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി റൈറ്റ് ദർ ഇസ് ആൻ x q ടൈംസ് x. ഓക്കെ റൈറ്റ്. എങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എക്സാക്ട്ലി സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം ആണ്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? d²x/dt² പ്ലസ് ω² x ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് കമ്പാരിസണിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ω² ആണ് ഈ കിടക്കുന്നത്. സോ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ω² is equal to 2kq divided by r. That implies omega is equal to root 2kq divided by r. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ടൈം പീരീഡ് is equal to 2π/ω അല്ലെങ്കിൽ 2πr/2kq. റൈറ്റ്. അപ്പൊ ഇതാണ് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് ഫോർ സ്മോൾ ഓസിലേഷൻ ഈ സിസ്റ്റം സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π√r/2kq. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഡിസ്ക്. സോ ഇതൊരു ഡിസ്ക് ആണ്. എനിക്കറിയേണ്ടത് ഈ ഡിസ്കിന്റെ സെന്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്. ഓക്കെ, നമുക്കൊന്ന് ആലോചിക്കുക ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഈ ഫുൾ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. ഓക്കെ റൈറ്റ്. ഇന്റഗ്രൽ പാർട്ട് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. റൈറ്റ്. സോ എനിക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം ഈ ഡിസ്കിനെ എനിക്ക് വളരെ ചെറിയ ചെറിയ റിങ്സുകളായിട്ട് കൺസിഡർ ചെയ്യാം. റൈറ്റ്. അതായത് ഇങ്ങനെ വളരെ ചെറിയ റിങ്സുകളായിട്ട്. റൈറ്റ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ഓരോ റിങ്ങും, അതായത് ഈ റിങ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ഈ ഓരോ റിങ്ങും ചേർത്താണ് എൻ്റെ ഒരു ഡിസ്ക് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു റിങ്ങിന്റെ കണ്ടുപിടിക്കുക, എല്ലാ റിങ്ങിന്റെ ആഡ് ചെയ്യുക. സോ എനിക്ക് ആ ഡിസ്ക് കൊടുക്കുന്നത് കിട്ടും. അതാണ് സ്ട്രാറ്റജി. സോ എനിക്ക് എഴുതാം ഓക്കെ റൈറ്റ്. ഈ ഡിസ്കിന്റെ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ് സിഗ്മ. ഓക്കെ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ റിങ്ങിന്റെ പുറത്തുള്ള ടോട്ടൽ ചാർജ്, അതായത് ടോട്ടൽ ചാർജ് ഓൺ ദിസ് റിംഗ്. ഓക്കെ, റിങ്ങിന്റെ പുറത്തുള്ള ചാർജ്, ടോട്ടൽ ചാർജ് ഞാൻ dq എന്ന് വിളിക്കുകയാണ്. dq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ഈ റിങ്ങിന്റെ ഈ ഏരിയ. റൈറ്റ്. ഓക്കെ റൈറ്റ്. ആ റിങ്ങിന്റെ ഏരിയ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് ഓക്കെ ഞാൻ ഈ ഡിസ്റ്റൻസ്, അതായത് ഓക്കെ ഈ ഡിസ്റ്റൻസിനെ ഞാൻ സപ്പോസ് x എന്നെടുക്കുന്നു. ആൻഡ് ഇതിന്റെ ഈ തിക്നെസ്സിനെ ഞാൻ dx എന്നെടുക്കുന്നു. എങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഞാൻ ആ റിങ്ങിനെ ഞാൻ ഇവിടെ നിന്ന് മുറിച്ചെടുക്കുന്നു, എന്നിട്ട് ഞാൻ നീട്ടി വെക്കുന്നു. നീട്ടി വെച്ച് കഴിഞ്ഞാൽ
നമുക്കറിയാം അത് വളരെ ഇൻഫിനിറ്റസിമൽ തിക്നെസ് ഉള്ള റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റെക്ടാങ്കുലർ ഷീറ്റിന് ഈക്വലന്റ് ആണ്. ഓക്കെ, ചെറിയ റെക്ടാങ്കുലർ സ്ട്രിപ്പിന് ഈക്വലന്റ് ആണ്. ആൻഡ് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πx. ആൻഡ് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? dx. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് DA. DA എന്ന് പറഞ്ഞാൽ 2πx dx. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ട്രിപ്പിന്റെ പുറത്തുള്ള ചാർജ്, ഈ സ്ട്രിപ്പിന്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ള ചാർജ്, ഇതിന്റെ പുറത്തുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ആ സ്ട്രിപ്പിന്റെ ഏരിയ. സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2πx dx. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കറിയാം ഈ റിംഗിന്റെ പുറത്തുള്ള ചാർജ് ആണ് dq എങ്കിൽ ഈ റിംഗ് ഇവിടെ കൊടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ dv, റൈറ്റ്, dv ഈക്വൽ ടു k q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ dq ഡിവൈഡഡ് ബൈ നമ്മുടെ ഫോർമുല എന്തുവായിരുന്നു? ആ റിംഗിന്റെ റേഡിയസിന്റെ സ്ക്വയർ ആൻഡ് ദിസ് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വിത്ത് റൂട്ട്, അതായത് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, റൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സ്മോൾ എലമെന്റ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. എങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ എനിക്ക് എഴുതാം ടോട്ടൽ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു ഇന്റഗ്രൽ k dq എന്ന് പറഞ്ഞാൽ സിഗ്മ 2πx dx ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ, റൈറ്റ്. ഞാൻ എവിടെ തൊട്ട് ഇതുവരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇവിടം തൊട്ട് ഇതുവരെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് റൺ ചെയ്യുന്നത് ഫ്രം 0 to R. ഓക്കെ, റൈറ്റ്. എനിക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, റൈറ്റ്. ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക എങ്കിൽ എനിക്ക് കിട്ടും V is equal to സിഗ്മ ബൈ 2ε0 ടൈംസ് റൂട്ട് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് ആർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു ഡിസ്ക് ഉണ്ട് ആൻഡ് ആ ഡിസ്കിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്കിന്റെ സെന്ററിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണിത്. ഓക്കെ, ഓക്കെ, റൈറ്റ്. നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സിനാരിയോയിൽ കറക്റ്റ് ആൻസർ കിട്ടുമെന്ന്, റൈറ്റ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് ഈ ഡിസ്കിന്റെ റേഡിയസ് വളരെ വളരെ വലുതാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്ക് ഒരു ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ് ആണ്. ഓക്കെ, ഒരു ഇൻഫിനിറ്റ് ഷീറ്റ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഇൻഫിനിറ്റ് ഷീറ്റ്, ഓക്കെ, ഫോർ ആർ ഈക്വൽ ടു മച്ച് ബിഗർ, അതായത് നമ്മുടെ ആർ എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ആറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ് ആണ്. ഓക്കെ, അതായത് ഒരു ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ് ആണ് ഈ പ്രോബ്ലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സിഗ്മ ബൈ 2ε0 ടൈംസ്, ഓക്കെ, റൈറ്റ്. നമുക്ക് ഈ ഫസ്റ്റത്തെ ടേം എന്താ നോക്കാം. ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആറ് വളരെ വലുതാണെങ്കിൽ ആറിനെ വെച്ച് കമ്പയർ ചെയ്താൽ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ്, നമുക്ക് എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി റൂട്ട് ആർ സ്ക്വയർ തന്നെയാണ്. അതായത് റൂട്ട് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. നമ്മുടെ ആർ വളരെ ബിഗർ ആണെങ്കിൽ ഇതിന്റെ എഫക്ട് നെഗ്ലിജിബിൾ ആയിരിക്കും. സോ ഇത് റൂട്ട് ആർ സ്ക്വയർ അല്ലെങ്കിൽ ആർ, അതായത് ഈ സാധനം ആർ മൈനസ് ആർ. ഓക്കെ, റൈറ്റ്. അതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണെങ്കിൽ അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, ഇത് ഇൻഫിനിറ്റ് ഷീറ്റ് ആണെങ്കിൽ ഇതെന്തുവാ? ബിക്കോസ് ഇൻഫിനിറ്റ് ഷീറ്റിന് റേഡിയസ് ഇല്ലല്ലോ. സോ ഇത് ഇൻഫിനിറ്റ് ഷീറ്റിന്റെ റിസൾട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഈ റേഡിയസ് എന്ന ടേം അവിടെ വരാൻ പാടില്ല. ഓക്കെ, ബിക്കോസ് ഇൻഫിനിറ്റ് ഷീറ്റിന് റേഡിയസ് ഒന്നുമില്ല. സോ ഇതെങ്ങനെ ശരിയാവും? ഓക്കെ, നമുക്ക് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് റൈറ്റ്, സപ്പോസ് ഇതാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത അപ്രോക്സിമേറ്റഡ് ഇൻഫിനിറ്റ് ഷീറ്റ് എങ്കിൽ R1 എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനിക്ക് ഈ റിസൾട്ട് വെച്ച് ഇവാലുവേറ്റ് ചെയ്യാം. R2ലെയും ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് സെൻസിബിൾ ആണോ നോക്കാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഫിസിക്കലി റീസണബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. എങ്കിൽ നമുക്ക് എഴുതാം V of R2 മൈനസ് V of R1. ഓക്കെ, R2 എന്ന് പറഞ്ഞാൽ ഇതാണ്, R1 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് R2, ഇതാണ് R1. ഓക്കെ, റൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ 2ε0 R മൈനസ് R2 മൈനസ് സിഗ്മ ബൈ 2ε0 R മൈനസ് R1. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം
which is equal to sigma by 2 epsilon 0, right? R minus R2 minus R plus R1. Okay, right. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും that implies sigma by 2 epsilon 0, right? നമ്മുടെ ഈ ആറും ക്യാൻസൽ ആവും. സോ എനിക്ക് കിട്ടും R1 മൈനസ് R2, റൈറ്റ്? സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആറിന്റെ ഫാക്ടർ ഒക്കെ അവിടെ നിന്ന് പോയി. ഇനി നമുക്കൊന്ന് വെച്ചോ, ആക്ച്വലി നമ്മുടെ ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ ഇത് തന്നെയാണോ റിസൾട്ട് എന്ന് നോക്കാം. നമ്മുടെ ഒരു ഇൻഫിനിറ്റ് ഷീറ്റ് ഉണ്ടെന്ന് വെച്ചോ, ഈ ഡിസ്റ്റൻസ് ആണ് R1 ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് R2. ഓക്കെ, റൈറ്റ്. നമുക്ക് ജസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അതായത് V of R2 മൈനസ് V of R1, റൈറ്റ്? ഇൻഫിനിറ്റ് ഷീറ്റിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ജസ്റ്റ് E ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് V of R2 മൈനസ് V of R1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1. ഓക്കെ, ഇവിടെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, പക്ഷെ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് V of R2 മൈനസ് V of R1 എന്ന് പറയുമ്പോൾ റൈറ്റ് നമുക്കറിയാം ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് വലുത്. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. സോ ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് വലുത്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ചെറുതാണ്. അതായത് V of R1 മൈനസ് V of R2 അതൊരു പോസിറ്റീവ് നമ്പർ ആണ്. ഞാൻ ഇത് പോസിറ്റീവ് നമ്പർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ ആബ്സല്യൂട്ട് വാല്യൂ അങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എല്ലാം പെർഫെക്റ്റ് ആയി. ഓക്കെ, അതായത് എനിക്ക് എഴുതാം V of R2 മൈനസ് V of R1 അബ്സല്യൂട്ട് വാല്യൂ ജസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു E എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഫിനിറ്റ് ഷീറ്റിന്റെ കേസിൽ എന്തുവാണ്? സിഗ്മ ബൈ 2 epsilon 0. സോ നമ്മുടെ റിസൾട്ട് എക്സാക്ട്ലി മാച്ച് ആയി. ഓക്കെ, നമ്മുടെ ആക്ച്വൽ വാല്യൂ ആയിട്ട് റൈറ്റ്. ഇവിടെ R1 മൈനസ് R2 എന്നാണ്, ഇവിടെ R2 മൈനസ് R1 ആണ്. അതൊരു വിഷയമല്ല, ബിക്കോസ് ഞാൻ അബ്സല്യൂട്ട് വാല്യൂ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്, റൈറ്റ്? അതെല്ലാം ജസ്റ്റ് പൊട്ടൻഷ്യൽ എവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു എന്നതിന്റെ ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി മൈനസ് ആയിട്ട് നടക്കുന്നത്. സോ നമ്മൾ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡ് ആയി പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മുടെ ആക്ച്വൽ ഇൻഫിനിറ്റ് ഷീറ്റിലും നമ്മുടെ ഡിസ്ക് എക്സ്റ്റെൻഡ് ചെയ്ത ഇൻഫിനിറ്റ് ഷീറ്റ് ആവുമെന്ന് കൺസിഡർ ചെയ്ത കേസിലും എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് മനസ്സിലായി അതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. അതായത് നമ്മുടെ ഡിസ്കിനെ റേഡിയസ് എക്സ്റ്റെൻഡ് ചെയ്താൽ അതൊരു ഇൻഫിനിറ്റ് ഷീറ്റിന് ഈക്വലന്റ് ആവുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? എന്തുകൊണ്ടാണ് ആറിന്റെ ഫാക്ടർ കിടക്കുന്നത് ഇൻഫിനിറ്റ് ഷീറ്റ് ആവുമ്പോൾ? അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. അതായത് എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാലോ, ഈക്വൽ ടു സിഗ്മ ബൈ 2 epsilon 0 മൈനസ് R പ്ലസ് സിഗ്മ ബൈ 2 epsilon 0 ടൈംസ് R. അതായത് എനിക്ക് ഈ റിസൾട്ടിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ അകത്ത് ഫിസിക്കൽ കണ്ടന്റ് വളരെ കുറവാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് ഇമ്പോർട്ടൻറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മളിവിടെ എക്സാക്ട്ലി മാച്ച് ആയതായിട്ട് കണ്ടു. പൊട്ടൻഷ്യലിന്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ആഡ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഫിസിക്സിൽ ഒരു ചേഞ്ചും വരത്തില്ല. ഇവിടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കണ്ടോ, ആക്ച്വലി ഇതാണ് പൊട്ടൻഷ്യൽ. ഞാൻ അതിന്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ, അതായത് സിഗ്മ ബൈ 2 epsilon 0 ടൈംസ് R. R എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പർ. ഇൻഫിനിറ്റ് ഷീറ്റിന്റെ കോൺടെക്സ്റ്റിൽ ആറിന് ഒരു മീനിങ്ങും ഇല്ല. R ജസ്റ്റ് ഒരു നമ്പർ ആണ്, അത് ഞാൻ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ, റൈറ്റ്? അതായത് ഞാൻ ആക്ച്വലി ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ആറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഷീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് മാത്രം വന്നൊരു സംഭവം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഡിഫറൻസ് എടുക്കുമ്പോൾ അത് എക്സാക്ട്ലി മാച്ച് ആവുന്നത്.